السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. ബഹുമാന്യരായ രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു നമ്മുടെ ഈ സംഗമം അവൻ ഇഷ്ടപ്പെടുന്ന സാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. ആമീൻ. സൂറത്തുൽ ഇഖ്ലാസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആനുകാലികമായ വിഷയം ഉണ്ടാകുമ്പോൾ നമ്മൾ ഖുർആനിൽ നിന്ന് അതേക്കുറിച്ചുള്ള സംസാരം നടത്താറുണ്ട്. പൊതുവെ സൂറത്തുൽ ദുഹയിൽ തുടങ്ങിയിട്ട് നമ്മുടെ ഖുർആൻ ക്ലാസ് മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായുള്ള സൂറത്തുൽ ഇഖ്ലാസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വന്ന് മുശ്രിക്കുകളാകുന്ന കുറേ ആളുകൾ താങ്കളുടെ റബ്ബിനെ ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരണം എന്ന് ആവശ്യപ്പെട്ടപ്പോഴാണ് ഈ അധ്യായം അവതരിക്കുന്നത്. ഖുർആനിലെ ഏറ്റവും ചെറിയ അധ്യായങ്ങളിൽ പെടുന്ന ഒന്നാണിത്. 4 ആയത്തുകളാണുള്ളത്. ആയത്തുകൾ തന്നെ വളരെ ചെറുതുമാണ്. നമ്മുടെ വിശ്വാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാണെന്ന് കൃത്യമായ രീതിയിൽ വിശദീകരിക്കുന്ന ഒരു അധ്യായമാണിത്. മക്കയിലാണ് ഇത് അവതീർണമായത്. സ്വാഭാവികമായും മക്ക സൂറത്തുകളുടെ പൊതുശൈലി അള്ളാഹുവിനെ പരിചയപ്പെടുത്തുക, പരലോകത്തെക്കുറിച്ച് പഠിപ്പിക്കുക, വിശ്വാസകാര്യങ്ങൾ ദൃഢമാക്കുക, ഇതാണ് പൊതുവെ മക്ക സൂറത്തുകളുടെ ഒരു പൊതുശൈലി. ഖുർആനിൻ്റെ അവസാന ഭാഗത്ത് നൽകിയിട്ടുള്ള ചെറിയ ചെറിയ അധ്യായങ്ങളൊക്കെ മക്ക കാലത്തുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഫിഖ്ഹ് മസ്അലകളെക്കാളും വിശ്വാസപരമായ കാര്യങ്ങൾ, സൂചിപ്പിച്ചതുപോലെ ആഖിറത്തിൻ്റെ കാര്യങ്ങൾ, ജീവിത വിജയത്തിന് നമ്മൾ ഉൾക്കൊള്ളേണ്ടതായ ആദർശ ആശയ വിഷയങ്ങളൊക്കെയാണ് ഈ ഭാഗത്തുള്ള അധ്യായങ്ങളിൽ കൂടുതലായി കടന്നു വരുന്നത്. ചെറിയ സൂറത്താണെങ്കിലും ധാരാളം ശ്രേഷ്ഠതകളുണ്ട് ഇതിന്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അടക്കം ഒട്ടുമിക്ക ഹദീസ് പണ്ഡിതന്മാരും റിവായത്ത് ചെയ്യുന്ന, ഉദ്ധരിക്കുന്ന കുറേ പ്രവാചക വചനങ്ങളിൽ നിന്ന് പ്രധാനമായും 2-3 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, അള്ളാഹുവിൻ്റെ തൗഹീദ് പറയുന്ന, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ മനോഹരമായി വർണ്ണിക്കുന്ന അധ്യായമാകയാൽ ഇത് പരിശുദ്ധ ഖുർആനിലെ 3-1 സമാനമാണെന്നുള്ളത്. 3-1 സമാനമാണ്. അപ്പോൾ ഖുൽ ഹുവല്ലാഹു 3 പ്രാവശ്യം ഓതുന്നതോടുകൂടെ ഖുർആൻ ഖത്തം തീർത്തിയതിൻ്റെ ഒരു ആത്മീയ പ്രതിഫലം നമുക്ക് കിട്ടും. നേരെ ഖുർആൻ ഖത്തം തീർക്കാൻ ഒരാൾ നേർച്ചയാക്കി അദ്ദേഹത്തിന് 3 ഖുൽ ഹുവല്ലാഹു ചൊല്ലിയാൻ പറ്റൊന്നുമില്ല. പക്ഷേ പരിശുദ്ധ ഖുർആനിൻ്റെ 3-1 തൗഹീദിനെയും അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെയും കുറിച്ച് പറയുന്നതാകയാൽ അതിൻ്റെ സാരസംഗ്രഹം ഈ സൂറത്തുൽ ഇഖ്ലാസിൽ ഉൾക്കൊള്ളുന്നതിനാലും ഇത് ഖുർആനിൻ്റെ 3-1 പകരം നിൽക്കുമെന്നാണ്. കുറേ ഹദീസുകളിൽ ഇത് കാണാം നമുക്ക്. ഞാൻ ഓരോന്ന് എടുത്തുദ്ധരിച്ച് സമയമെടുക്കുന്നില്ല. രണ്ടാമതായി, സൂറത്തുൽ ഇഖ്ലാസിനെ ഇഷ്ടപ്പെടുന്നത് സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്നുള്ളതാണ്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണിത്. പലപ്പോഴും നമ്മുടെ ഈ വേദിയിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ ഏത് നിമിഷവും അവസാനിക്കാനുള്ളതാണ് നമ്മുടെ ജീവിതം. എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും ശാസ്ത്രീയമായ പുരോഗതിയും സാമ്പത്തികമായ വർധനവും ഒക്കെ ഉണ്ടെങ്കിലും എല്ലാം വിട്ടേച്ച് നിത്യതയുടെ ലോകത്തേക്ക് യാത്ര പോകാനുള്ളവരാണ് നമ്മൾ. ഒരു തർക്കമല്ല അതില്ല. അത് സംഭവിക്കും. ഏതെങ്കിലും ഒരു സമയത്ത് ആ ഒരു അവസരം നമ്മയും തേടിയെത്തും. അത്തരം സന്ദർഭങ്ങളിൽ പരലോകത്തേക്കുള്ള യാത്ര മനോഹരമായി തീരാൻ, പരലോകം വിജയിപ്പിച്ചെടുക്കാൻ, ഏറ്റവും സന്തോഷകരമായ നിത്യതയുടെ ലോകത്ത് നമുക്ക് താമസിക്കാൻ
വളരെ ലളിതവും എന്നാൽ ഏറ്റവും ഉപകാരപ്രദവുമായ ഒരു അധ്യായമാണ് നമ്മുടെ സൂറത്തു അൽ-ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹ്. 2-3 രീതിയിൽ അത് സംബന്ധമായ ഹദീസ് നമുക്ക് കാണാം. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യാത്രാ സംഘത്തിൽ ഒരാളെ ഇമാമായി നിശ്ചയിക്കുന്നു. അദ്ദേഹം യാത്രയ്ക്കിടയിൽ നിസ്കരിക്കുമ്പോഴെല്ലാം ഒരു സൂറത്ത് ഓതിയതിന് ശേഷം പിന്നെ ഖുൽ ഹുവല്ലാഹു സൂറത്തും ഓതും. സൂറത്ത് ഓതേണ്ട എല്ലാ റക്അത്തുകളിലും അദ്ദേഹം ആദ്യം ഒരു സൂറത്ത് ഓതും, പിന്നെ ഖുൽ ഹുവല്ലാഹു സൂറത്ത് ഓതും. ഈ വിഷയം മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെയുള്ള ആളുകൾ ബോധ്യപ്പെടുത്തുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് സലൂഹു ലി അയ്യി ഷൈഇൻ യസ്നഉ ദാലിക്, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. അവരൊക്കെ ഇത് പലപ്പോഴും അന്വേഷിക്കുന്നതാണ്. ആ സമയത്ത് ആ മനുഷ്യൻ, ആ ഇമാമായിട്ട് നിൽക്കുന്ന ആൾ പറഞ്ഞു, ലിഅന്നഹ സിഫത്തുർ റഹ്മാൻ വ അന ഉഹിബ്ബു അൻ അഖറഅ ബിഹാ, അള്ളാഹുവിൻ്റെ വിശേഷണം വിശദീകരിക്കുന്ന ഒരു അധ്യായമാകയാൽ അതെനിക്കിഷ്ടമാണ്, ഞാനത് എപ്പോഴും ഓതാൻ ആഗ്രഹിക്കുന്നു. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്ബിറുഹു അന്നല്ലാഹ തആല യുഹിബ്ബു. ഇവരൊന്ന് കംപ്ലൈൻറ്റ് പറഞ്ഞു കൊടുക്കുകയാണ്. ഇദ്ദേഹം എങ്ങനെയാണ് പതിവ്, അങ്ങ് ഒരാളെ ഏൽപ്പിച്ചു തന്നിട്ട് മൂപ്പരെല്ലാ റക്അത്തിനും സൂറത്തോതേണ്ട ഘട്ടങ്ങളിൽ ആദ്യം ഒരു സൂറത്തോതും, അത് കഴിഞ്ഞിട്ട് മൂപ്പരാകെ ഖുൽ ഹുവല്ലാഹു ഓതും. ഇതേക്കുറിച്ച് ഞങ്ങൾ അദ്ദേഹത്തോട് അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം, അള്ളാഹുവിൻ്റെ സിഫത്തുർ റഹ്മാൻ, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ അടങ്ങുന്ന സൂറത്തായതുകൊണ്ട് അത് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഖ്ബിറുഹു അന്നല്ലാഹ തആല യുഹിബ്ബു, അള്ളാഹു അദ്ദേഹത്തെയും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് നിങ്ങൾ അദ്ദേഹത്തോട് വാർത്ത അറിയിക്കുക, വർത്തമാനം പറയുക. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടാനുള്ള കാരണമാണ്, അതുവഴി സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള കാരണവുമാണ് സൂറത്തുൽ ഇഖ്ലാസ്. സമാനമായി മറ്റൊരു ചരിത്രം കൂടെ റിവായത്ത് ചെയ്യപ്പെടുന്നുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൽ ഖുബായിൽ ഇമാമായിട്ട് ഒരു സഹാബി വരെ നിശ്ചയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഇമാം ബുഖാരി തങ്ങൾ റിവായത്ത് ചെയ്യുന്ന ഈ ഹദീസിലില്ല. ഫത്തുൽ ബാരി പോലെയുള്ള വിശദീകരണ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാവുമായിരിക്കും. ഫക്കാന കുല്ലമ ഇഫ്തതഹ സൂറത്തൻ യഖറഉ ബിഹാ ലഹും ഫിസ്സലാത്തി മിമ്മാ യഖറഉ ബിഹി ഇഫ്തതഹ ബി ഖുൽ ഹുവല്ലാഹു അഹദ്. അദ്ദേഹം ചെയ്യുന്ന രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിസ്കാരത്തിൽ സൂറത്ത് ഓതേണ്ട റക്അത്തുകളിൽ അദ്ദേഹം എഴുന്നേറ്റ് നിന്നാൽ ആദ്യം ഖുൽ ഹുവല്ലാഹു ഓതും, എന്നിട്ട് മറ്റൊരു സൂറത്തും ഓതും. വക്കാന യസ്നഉ ദാലിക ഫീ കുല്ലി റക്അ ഫകല്ലമഹു അസ്ഹാബുഹു ഫഖാലു. അദ്ദേഹത്തോട് അദ്ദേഹം ഇമാമാണ് മസ്ജിദുൽ ഖുബയിൽ ജമാഅത്തിന് വരുന്ന ആളുകളൊക്കെ ചോദിച്ചു, എന്താ എങ്ങനെ പരിപാടി, എല്ലാ റക്അത്തിലും ആദ്യം ഖുൽ ഹുവല്ലാഹു പിന്നൊരു സൂറത്ത്. ആ സമയത്ത് അദ്ദേഹം പറയുന്നത്, ഫഖാല മാ അന ബിതാരിക്കിഹ, ഞാനത് ഉപേക്ഷിക്കൂല, ഇന്ന അഹ്ബബ്തും അൻ ഉമ്മക്കും ബിദാലിക ഫഅൽതു, അങ്ങനെ ഞാൻ ഇമാമ നിൽക്കുന്നത് നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ഞാൻ ഇമാമത്ത് നിൽക്കാം, ആദ്യം ഞാൻ ഖുൽ ഹുവല്ലാഹു ഓതും, എന്നിട്ടൊരു സൂറത്ത് ഓതും. വൈൻ കരിഹ്തും തറക്തുക്കും, ഇനി നിങ്ങൾക്ക് ഞാൻ അങ്ങനെ ഖുൽ ഹുവല്ലാഹു എല്ലാ റക്അത്തിലും ഓതിയിട്ട് നിസ്കരിക്കുന്നത് വെറുപ്പാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇമാമത്ത് ഉപേക്ഷിക്കാം, അല്ലാതെ ഖുൽ ഹുവല്ലാഹു ഓത്ത് നിർത്തൂല എന്ന് അദ്ദേഹം പറഞ്ഞു. വക്കാനു യറൗന അന്നഹു മിൻ അഫ്ളലിഹിം, അവരിൽ ഏറ്റവും ശ്രേഷ്ഠനായ ആൾ അദ്ദേഹമാണെന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് വകരിഹു അയ്യ ഉമ്മുഹും ഗൈറുഹു, വേറൊരാൾ ഇമാമ നിൽക്കുന്നത് അവർക്ക് തീരെ താല്പര്യമില്ലാതെയായി. ഫലമ്മാ അതാഹുമുൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്ബറുഹുൽ ഖബർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലപ്പോഴും സന്ദർശിക്കുന്ന ഒരു മസ്ജിദായിരുന്നു മസ്ജിദുൽ ഖുബ. റസൂലുള്ളാഹി തങ്ങൾ അവിടെ എത്തിയപ്പോൾ അവർ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഫഖാൽ, റസൂലുള്ളാഹി ചോദിച്ചു, യാ ഫുലാൻ മാ യംനഉക അൻ തഫ്അല മാ യഅമുറുക ബിഹി അസ്ഹാബുക, താങ്കളുടെ കൂടെ നിസ്കരിക്കാൻ വരുന്ന മുഅ്മിനീനായി നിൽക്കുന്ന ഇവർ പറയുന്ന കാര്യം എന്തുകൊണ്ടാണ് താങ്കൾ ഉപേക്ഷിക്കുന്നത്, അത് ചെയ്തുകൂടെ? വമാ ഹമലക അലാ ലുസൂമി ഹാദിഹി സൂറ ഫീ കുല്ലി റക്അ, എല്ലാ റക്അത്തിലും ഖുൽ ഹുവല്ലാഹു നിർബന്ധമായും ഓതാൻ താങ്കളെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? ഇവർ പറയുന്നത് കേട്ട് ഖുൽ ഹുവല്ലാഹു ഒഴിവാക്കിക്കൂടെ എന്ന് റസൂൽ ചോദിച്ചപ്പോൾ ഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നി ഉഹിബ്ബുഹാ, എനിക്ക് ഖുൽ ഹുവല്ലാഹു സൂറത്ത് ഇഷ്ടമാണ്. ഫഖാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹുബ്ബുക ഇയ്യാഹാ അദ്ഖലകൽ ജന്ന, ഹുബ്ബുക ഇയ്യാഹാ അദ്ഖലകൽ ജന്ന, താങ്കൾ ഖുൽ ഹുവല്ലാഹു സൂറത്തിനെ ഇഷ്ടപ്പെട്ടത് കൊണ്ട് താങ്കൾ സ്വർഗപ്രവേശം ഉറപ്പാക്കിയിരിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള നിരവധിയായ ഹദീസുകൾ ഈ സൂറത്തിൻ്റെ പ്രത്യേകതകളുമായി വിശദീകരണങ്ങളുമായി വിവിധങ്ങളായ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം.
അതിൻ്റെ ഭാഗമാണത്. 1/3 പകരം നിൽക്കുമെന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലപ്പോഴും രാത്രി കാലങ്ങളിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് പരിശുദ്ധ ഖുർആനിലെ 1/3 ഓതിക്കൂടാ എന്ന് ചോദിക്കും. ആ സമയത്ത് സഹാബിവര്യന്മാരൊക്കെ ഇങ്ങനെ ബേജാറാവും, എങ്ങനെയാണ് ഒരു രാത്രി കൊണ്ട് 1/3 ഓതുക? കുറേ ആളുകളൊക്കെ ശക്തമായി ചൂടും വെയിലും സഹിച്ച് ജോലി ചെയ്യുന്നവരാണ്. മറ്റു പലരും പലവിധ വിഷമങ്ങളുള്ളവരാണ്. അപ്പോൾ രാത്രി എന്നും ഖുർആൻ്റെ 1/3 ഓതുക എങ്ങനെയാണ് സാധ്യമാവുക എന്നവരാലോചിക്കും. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കും, അതിന് കുഴപ്പമൊന്നുമില്ല. പരിശുദ്ധ ഖുർആനിലെ 1/3 തുല്യമാണ് ഖുൽ ഹുവല്ലാഹു സൂറത്ത്. അപ്പോൾ അതൊന്ന് ഓതിക്കഴിഞ്ഞാൽ ഖുർആനിൻ്റെ 1/3 അത് പകരം നിൽക്കും. എന്തായാലും ഏറെ ശ്രേഷ്ഠമായൊരു സൂറത്താണ്. ആമുഖമായി ഞാൻ അത്രയും പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനിയും ഇത് സംബന്ധമായ നിരവധിയായ റിവായത്തുകളുണ്ട്. നമ്മൾ പതിവാക്കേണ്ടതും ഇടക്കിടക്ക് ഓതേണ്ടതും, നമ്മൾ ഉറപ്പായിട്ടും ഉറങ്ങാനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പല പ്രാവശ്യം ഓതി തീർക്കേണ്ടതും നമ്മുടെ ഒഴിവ് സമയങ്ങളൊക്കെ ഉപയോഗിച്ച് വർദ്ധിപ്പിക്കേണ്ടതുമായ വളരെ ചെറിയ എന്നാൽ ഏറെ മൂല്യമുള്ളൊരു അധ്യായമാണ് സൂറത്തുൽ ഇഖ്ലാസ് എന്ന ഖുൽ ഹുവല്ലാഹു. 4 സൂറത്തുകളിൽ അവസാന ഭാഗത്ത് ഖുൽ എന്ന് പറഞ്ഞ് തുടങ്ങുന്നുണ്ട്. അവയ്ക്കും പ്രത്യേക ശ്രേഷ്ഠതകളുണ്ടെന്നാണ്. ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. അതിൽപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠമായ അധ്യായമാണ് ഖുൽ ഹുവല്ലാഹു അഹദ്. ഇത് അള്ളാഹുവിൻ്റെ തൗഹീദിനെ കുറിച്ച് പറയുന്നു. തൗഹീദ് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നും പറയുന്നു. പടച്ച റബ്ബിൻ്റെ മറ്റു വിശേഷണങ്ങളും പറയുന്നു. ഇതല്ലാതെ മറ്റു കാര്യങ്ങൾ ഇതിൽ ചർച്ച ചെയ്യുന്നേയില്ല. അതുകൊണ്ട് ലളിതമായ രീതിയിൽ നമുക്ക് ഈ അധ്യായത്തെക്കുറിച്ച് സംസാരിക്കാം. ആദ്യം തന്നെ ഖുൽ, നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഹുവല്ലാഹു അഹദ്, അവനാണ് ഏകനായ അള്ളാഹു. പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ദൈവസങ്കല്പം, അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം, കറകളഞ്ഞ ശുദ്ധമായ ഏകത്വം. ശുദ്ധമായ ഏകത്വം, അതെല്ലാ അർത്ഥത്തിലും ഏകൻ. അള്ളാഹുവിന് പ്രത്യേകിച്ച് സഹായികളില്ല, ഏകൻ. അള്ളാഹുവിൻ്റെ ദാത്ത് വ്യത്യസ്തങ്ങളല്ല, ഏകൻ. നമ്മളൊക്കെ ശരീരം പല പാർട്ടുകൾ കൊണ്ട് രൂപപ്പെട്ടതാണ്. കൈ, കാല്, മൂക്ക്, കണ്ണ്, ഇങ്ങനെ കുറേ സംഭവങ്ങൾ. അള്ളാഹുവിൻ്റെ ദാത്ത് അങ്ങനെയല്ലേ അല്ല, സമ്പൂർണമായ ഏകത്വം. പിന്നെ അള്ളാഹുവിന് ഭാര്യ, സന്താനങ്ങൾ, ബന്ധുക്കൾ, ഇങ്ങനത്തെ സംഗതികളൊന്നുമില്ല. അതടുത്ത ആയത്തുകളെല്ലാമായിട്ട് കടന്നു വരുന്നുണ്ട്. അപ്പോൾ ശുദ്ധമായ ഏകത്വമാണ് പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ദൈവിക ദർശനം. അതാണ് ബുദ്ധിപരവും. രണ്ട് വസ്തുക്കളുടെ സംയുക്തമാണ് ദൈവമെങ്കിൽ ഈ സംയുക്തം എപ്പോഴും വിഘടിക്കാൻ പറ്റുന്ന സംഗതികളായിരിക്കും. ഒന്ന് പിന്നീട് കൂടിച്ചേർന്നതാവാനും സാധ്യതയുണ്ട്. ഒരേപോലെ കൂടിച്ചേരുക എന്ന് പറഞ്ഞാൽ പോലും ഈ കൂടിച്ചേരൽ നടക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ കുറേ പ്രക്രിയകൾ ആവശ്യമാണ്. വിസ്തരിക്കാനുള്ള വേദിയല്ല ഇത്, ഞാൻ സൂചിപ്പിക്കുക മാത്രം ചെയ്യുന്നു. അതുകൊണ്ടാണ് പടച്ച റബ്ബ് എല്ലാ അർത്ഥത്തിലും ഏകനാണെന്ന് പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്നത്. അതിൻ്റെ വ്യക്തമായ പ്രഖ്യാപനമാണ് ഖുൽ, നബിയെ പറയുക, ഹുവല്ലാഹു അഹദ്, അള്ളാഹു ഏകനാകുന്നു. ദാത്തിൽ പോലുള്ള ഏകത്വത്തെ കുറിക്കാനാണ് അഹദ് വരുന്നത്. അല്ലെങ്കിൽ വാഹിദ് പറഞ്ഞാലും മതി ഇതേ അർത്ഥത്തിൽ. ദാത്ത്, അള്ളാഹുവിൻ്റെ ദാത്ത് നമുക്കറിയാം. അള്ളാഹുവിൻ്റെ സിഫത്തുകൾ, അള്ളാഹുവിൻ്റെ ഫഅലുകൾ, അള്ളാഹുവിൻ്റെ ദാത്ത്. ഈ ദാത്ത് എന്ത്? ഒരു സ്ഥൂല വസ്തുവായിട്ട് അള്ളാഹുവിനെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? അല്ല, അങ്ങനെ അല്ല. വസ്തു അതുമല്ല. കാരണം അതൊക്കെ സൃഷ്ടിയാണ്. അള്ളാഹു സ്രഷ്ടാവാണ്. അതൊക്കെ സൃഷ്ടിയാണ്. അള്ളാഹു സ്രഷ്ടാവാകുന്നു. അപ്പോൾ സ്രഷ്ടാവായ അള്ളാഹുവിന് സൃഷ്ടികളോട് ഒരർത്ഥത്തിലുമുള്ള സാമ്യവും ഉണ്ടാവുകയേയില്ല. ഈ സൂറത്തിൻ്റെ ഏറ്റവും അവസാനം പറയുന്നത് അതാണ്. ഖുർആൻ പലയിടങ്ങളിലും അത് പറയുന്നുണ്ട്. അള്ളാഹുവിനെ കുറിച്ച് ഖുർആൻ വിശേഷിപ്പിക്കുന്ന മനോഹരമായ കുറേ സിഫത്തുകളും നമ്മൾ ഈ സന്ദർഭത്തിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. വിസ്തരിക്കാൻ പറ്റില്ല. അള്ളാഹുവിന് 99 പ്രധാന വിശേഷണങ്ങളുണ്ടെന്ന് ഖുർആൻ തന്നെ പറയുന്നു. ആ 99 വിശേഷണങ്ങൾ എടുത്ത് അള്ളാഹുവിനെ നമ്മൾ പുകഴ്ത്തി അള്ളാഹുവിനോട് ആവശ്യപ്പെടുകയാണെങ്കിൽ അള്ളാഹു സ്വീകരിക്കുമെന്ന് ഹദീസിൽ കാണാം. എന്ന് മാത്രമല്ല, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന് 99 വിശുദ്ധമായ ശ്രേഷ്ഠങ്ങളായ നാമങ്ങളുണ്ട്. വമൻ അഹ്സാഹാ ദഖലൽ ജന്ന, അത് കാണാതെ പഠിച്ചവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് ഹദീസിലുണ്ട്. വമൻ അഹ്സാഹാ എന്നുള്ളതിന് പണ്ഡിതന്മാർ വിവിധങ്ങളായ വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൻ്റെ പൊരുളറിഞ്ഞ് ജീവിക്കുക എന്ന്
ഷറഹിൽ കാണാം ഒരു വിശദീകരണം അങ്ങനെയാണ്. അള്ളാഹുവിൻ്റെ എല്ലാ വിശേഷണങ്ങളും മനസ്സിലാക്കുക, അവനാണ് റസാഖ് എന്ന് മനസ്സിലാക്കുക. അപ്പം നമ്മുടെ മുന്നിൽ അന്നം കൂടിക്കിടക്കുമ്പോഴും അത് നമ്മുടെ അധ്വാനം കൊണ്ടാണ് ദ്വിതീയമായി നമുക്ക് ലഭ്യമാകുന്നതെങ്കിലും പ്രാഥമികമായി അത് പടച്ച റബ്ബിൻ്റെ സൃഷ്ടിയാണെന്നും അവനാണ് നമുക്ക് അനുവദിച്ചു തന്നതും എന്ന ബോധത്തിലാകുമ്പോൾ തീർച്ചയായും നമുക്ക് സമ്പത്തുണ്ടായാലും സമൃദ്ധി ഉണ്ടായാലും വീടും വാഹനങ്ങളും ധാരാളം ഉണ്ടായാലും നമ്മുടെ മക്കളൊക്കെ നല്ല ആരോഗ്യമുള്ളവരായി നിരവധി ഉണ്ടെങ്കിലൊന്നും നമ്മളൊരു അഹങ്കാരിയായി മാറൂല. കാരണം അള്ളാഹുവാണ് ഇതെല്ലാം നൽകുന്നത്. ഒരൊറ്റ നിമിഷം പോലും അള്ളാഹുവിന് ആവശ്യമില്ല നമ്മൾ പെടുത്തുകൂട്ടിയ ഒരു ജന്മം കൊണ്ട് നമ്മൾ സാഫല്യമാക്കിയ എല്ലാ സ്വപ്നങ്ങളും അടിച്ചു തീരാൻ. അള്ളാഹു ഖഹാറാണ്. ഖഹാറെന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും ഒതുക്കി ഭരിക്കാൻ പറ്റുന്നവനാണ്. സ്വേച്ഛാധിപതി എന്നൊക്കെ പ്രയോഗിക്കാൻ പറ്റൂല. കാര്യം അതൊരു ചീത്ത ആശയം ഉൾക്കൊള്ളുന്ന പദമാണ്, നമ്മുടെ ഭാഷയുടെ പരിമിതിയാണ്. അള്ളാഹു എല്ലാം ഒതുക്കി എല്ലാം അടക്കി എല്ലാം കൈകാര്യം ചെയ്യുന്നവൻ അള്ളാഹു ആകുന്നു. അള്ളാഹു ജബ്ബാറാണ്. ഏകദേശം സമാനമാണെങ്കിലും ഇമാം ഗസാലി തങ്ങളൊക്കെ അസ്മാഉൽ ഹുസ്നയെ വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അതിലൊക്കെ അതിൻ്റെ വിവിധങ്ങളായ അർത്ഥതലങ്ങൾ നമുക്ക് മനസ്സിലേക്ക് കടന്നു വരും, നമുക്ക് പഠിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള ഖഹരിയത്തിൻ്റെ വസ്ഫുകളൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ അള്ളാഹുവിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ ഏറ്റവും കൂടുതൽ പ്രയോഗിക്കുന്നത് റഹ്മത്തിൻ്റെ വിശേഷണമാണ്. പരിശുദ്ധ ഖുർആൻ ആരംഭിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിൻ്റെ വിശേഷണം ഖുർആനിൽ ആദ്യം തുടങ്ങുന്നത് റഹ്മാനും റഹീമുമാണ്. ഖുർആനിൽ അള്ളാഹുവിൻ്റെ എല്ലാ വിശേഷണങ്ങളും പറയുമ്പോഴും ഏറ്റവും ഒന്നാമതായി ഖുർആൻ തുടങ്ങുന്നത് പ്രഥമ അധ്യായത്തിലെ പ്രഥമ വചനത്തിൽ റഹ്മാനും റഹീമുമാണ് എന്ന് പറഞ്ഞിട്ടാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ പ്രകീർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. തൊട്ടുടൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ മഹാപ്രതാപം അവൻ സൂചിപ്പിക്കുന്നു. ഈ സർവവും, ഈ ബ്രഹ്മാണ്ഡം മുഴുവനും, ഈ ലോകം മൊത്തം പടച്ചതവനാണ്, സംരക്ഷിക്കുന്നവനാണ്. ആ റബ്ബിനാണ് സർവസ്തോത്രങ്ങളും എന്നാണ് സൂറത്തുൽ ഫാത്തിഹയുടെ 2ാമത്തെ വചനം. പിന്നെയും അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് പോകുന്നു. റഹ്മാനിർ റഹീം, കരുണാവാരിധിയാകുന്ന റബ്ബ്, കാരുണ്യവാനായ റബ്ബ്, സൃഷ്ടികളോട് എപ്പോഴും കരുണ ചെയ്തുകൊണ്ടിരിക്കുന്ന, ആർദ്രത ചെയ്തുകൊണ്ടിരിക്കുന്ന റബ്ബ്. ഈ ഒരു വിശേഷണമില്ലെങ്കിൽ പടച്ച റബ്ബ്, റഹ്മാന് ആയ റബ്ബ്, ഈ റഹ്മത്തിൻ്റെ റഹ്മാൻ റഹീം പോലെയുള്ള വിശേഷണങ്ങൾ കൊണ്ട് അള്ളാഹു വിശേഷണം സിദ്ധിക്കുന്നില്ലെങ്കിൽ നമുക്കൊന്നും ചിലപ്പോൾ ഒരു തുള്ളി വെള്ളം ഉപയോഗിക്കാൻ പറ്റൂല. ഉണ്ടാകും ധാരാളം, പക്ഷെ ഒരു തിരിങ്ങട് ഇറങ്ങിക്കിട്ടൂല. അപ്പം എല്ലാത്തിനും പിന്നിൽ പടച്ച റബ്ബിൻ്റെ നമുക്ക് വർണ്ണിക്കാനോ മനസ്സിലാക്കാനോ പോലും കഴിയാത്തത്ര വലിയ കരുണാക്കടൽ ഒളിച്ചിരിക്കുന്നു. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിനെ തന്നെ പറയുന്ന കുറേ അധ്യായങ്ങൾ, കുറേ സൂക്തങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഉദാഹരണമായി ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ സൂക്തം ആയത്തായിട്ട് പരിചയപ്പെടുത്തുന്ന പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ 255-ാമത്തെ വചനം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധനില്ല. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഇത് മാത്രം സൂറത്ത് മുഹമ്മദിന്റെ 19-ാമത്തെ വചനത്തിൽ അല്ലാഹു വേറെ പറയുന്നുണ്ട്. ഫഅലം അന്ന, അറിയണം, മനസ്സിലാക്കണം, ശരിക്കും ഉൾക്കൊള്ളണം, വിശ്വസിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരാരാധ്യനുമില്ല. അല്ലാഹു അല്ലാതെ ഒരാരാധ്യനുമില്ല. ഫഅലം അന്ന, അറിയണം, മനസ്സിലാക്കണം, ഉറപ്പിക്കണം, നേരാവണ്ണം വിശ്വസിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരാരാധ്യനുമില്ല. അത് റബ്ബിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ പടച്ച റബ്ബിൻ്റെ സൃഷ്ടി വൈഭവം ഓരോ തന്തുവിലും 100,000 ഉൾക്കൊള്ളുന്ന ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. അവൻ ഹയ്യുൻ, അവൻ ഖയ്യൂമുൻ, എന്നുമെന്നും അവൻ ജീവിച്ചിരിക്കുന്നവനാണ്. ലാ തഅഖുദുഹു സിനത്തും വലാ നൗം, അവൻ്റെ സൃഷ്ടികളുടെ ഒരു ദൗർബല്യം ഉണ്ടാവില്ല, ക്ഷീണം ഉണ്ടാവില്ല, ഉറക്കുണ്ടാവില്ല. പലപ്പോഴും ക്ഷീണിച്ചുകൊണ്ട് നമ്മൾ അറിയാതെയുള്ള തൂങ്ങിപ്പോകൽ അതും ഉണ്ടാവില്ല. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ഈ മഹാപ്രപഞ്ചം മുഴുക്കെ അള്ളാഹുവിൻ്റെതാകുന്നു. മന്ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, അള്ളാഹു സമ്മതം നൽകാതെ റബ്ബിന് മുന്നിൽ ശുപാർശ ചെയ്യാൻ ആർക്കുണ്ട് അധികാരം?
അള്ളാഹു സമ്മതം നൽകാതെ ആര് ശുപാർശ ചെയ്യും? അള്ളാഹുവിൻ്റെ മഹാപ്രതാപത്തെ ഉൾക്കൊള്ളുന്ന ഒരുത്തന് പടച്ച റബ്ബിൻ്റെ മുന്നിലേക്ക് റെക്കമെൻഡുമായി പോവാൻ കഴിയുന്നത് എങ്ങനെ? ഇങ്ങനെ തുടങ്ങി പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിനെ കുറിച്ച് ധാരാളമായി വിശദീകരിക്കുന്നു. അതിൻ്റെ എല്ലാം ആകത്തുക സംഗ്രഹമായി ഈ അധ്യായത്തിൽ ഏതാനും ചില വിശേഷണങ്ങൾ പടച്ച റബ്ബ് നമ്മളെ പഠിപ്പിക്കുന്നു. അതിൽ ഏറ്റവും ശ്രേഷ്ഠവും പ്രഥമവും ഹുവല്ലാഹു അഹദ്, അവൻ ഏകനാകുന്നു എന്നാണ്. എന്തുകൊണ്ട് പ്രപഞ്ചത്തിൻ്റെ ദൈവം ഏകനാവണം? ഈ മഹാപ്രപഞ്ചത്തിന് രണ്ട് ദൈവങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. വെറുതെ ഒന്ന് ചിന്തിക്കുക. രണ്ട് ദൈവങ്ങളുണ്ടെങ്കിൽ സ്വാഭാവികമായും പലപ്പോഴും അവർ തമ്മിലുള്ള ചേരിപ്പോരുകൾ ഉണ്ടാകും. ഒരാളൊരു സംഗതി നിർമ്മിക്കുന്നു, മറ്റൊരാൾ സംഹരിക്കുന്നു. ഈ ഒരു പ്രശ്നം പരിഹരിക്കണമെങ്കിൽ രണ്ടുപേരും ഒരു മിനിമം പൊതുപരിപാടിയിൽ ഏർപ്പെടണം. ഇപ്പോൾ പല മുന്നണികളും ഭരിക്കും ഒന്നിച്ച്. ആ മുന്നണികളിലുള്ള വ്യത്യസ്ത കക്ഷികൾക്ക് അവരുടേതായ അഭിപ്രായങ്ങളുണ്ടാകും. പക്ഷെ മുന്നണി എന്ന രീതിയിൽ അവർക്കൊരു പൊതു മിനിമം പരിപാടി ഉണ്ടാകും. അപ്പോൾ ഈ രണ്ട് ദൈവങ്ങളും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തണം. ഞാൻ സൃഷ്ടിക്കുന്നതിനെ നീ സംഹരിക്കരുത്, നീ സൃഷ്ടിക്കുന്നതിനെ ഞാനും സംഹരിക്കൂല, ഞാനീ പടക്കണമൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോട്ടെ, നീ പടക്കുന്നിടത്ത് ഞാൻ ഇടപെടൂല എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊരു പൊതുവായ ഒരു കരാറിൽ ഏർപ്പെടണം. അപ്പോൾ ഒരാൾ പടച്ച സാധനം നിലനിൽക്കണമെങ്കിൽ, അതിൻ്റെ കാര്യങ്ങളൊക്കെ നിർവഹിക്കപ്പെടണമെങ്കിൽ മറ്റേയാൾ സഹകരിക്കണം. എന്ന് വെച്ചാൽ ഈ ദൈവത്തിന് ആ ദൈവത്തെയും, ആ ദൈവത്തിന് ഈ ദൈവത്തെയും ആശ്രയിക്കേണ്ടി വരും. ഏതെങ്കിലും ഒന്നിനെ ആശ്രയിക്കുന്നത് ഒരിക്കലും ദൈവമല്ല, ഇലാഹല്ല, സ്രഷ്ടാവല്ല, സംരക്ഷകനല്ല. അത് ലളിതാണ്, അത്ര ഒരു തിയോളജി ഒന്നും അല്ലത്. ഒന്നുകിൽ ഒരാൾ നിർമ്മിക്കുന്നതിനെ മറ്റേയാൾ സംഹരിക്കുന്നു, ഇയാൾ നിർമ്മിക്കുന്നതിനെ മറ്റേയാളും സംഹരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ലൗകാന ഫീഹിമാ ആലിഹ ഇല്ലല്ലാഹ് ലഫസദത. ഖുർആൻ പറഞ്ഞതുപോലെ ഈ പ്രപഞ്ചത്തിന് രണ്ട് സൃഷ്ടാക്കളുണ്ടെങ്കിൽ, രണ്ട് ആരാധ്യരുണ്ടെങ്കിൽ ഈ പ്രപഞ്ചം താറുമാറായി പോകും. മഴക്കാലത്ത് മഴ വേണമെന്ന് ഒരു ദൈവം തീരുമാനിക്കും, അത് വേണ്ടെന്ന് മറ്റൊരാൾ കുറുമ്പ് കാട്ടും. അപ്പം രണ്ടും ദൈവമല്ലാതായി പോകും. അല്ലെങ്കിൽ ഈ പ്രപഞ്ചം കൃത്യമായ രീതിയിൽ ചലിക്കുന്നത് ഇല്ലാതെയായി പോകും, താറുമാറായി പോകും. ഇത് പരിഹരിക്കാൻ രണ്ടുപേരും ഒന്നിച്ച് ഒരു തീരുമാനത്തിലെത്തുന്നു. ഒരാൾ മറ്റേയാളെയും ഉപദ്രവിക്കില്ലെന്നും ഒരാളുടെ സൃഷ്ടിയെ മറ്റേയാൾ സംഹരിക്കില്ലെന്നും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്നും തീരുമാനിക്കുമ്പോൾ രണ്ടുപേരും ഇലാഹ്, സ്രഷ്ടാവ്, ഇലാഹ്, ആരാധ്യൻ ആകാതെ പോകുന്നു. എന്തുകൊണ്ട്? ഒരാൾക്ക് മറ്റേയാൾ ആശ്രയിക്കണം, ഇയാളുടേതായ പരിപാടി മുന്നോട്ട് പോകണമെന്നുണ്ടായിരുന്നു. ഇയാൾക്ക് മറ്റേയാളെയും ആശ്രയിക്കണം, എങ്കിലേ ഇയാളത് മുന്നോട്ട് പോകുള്ളൂ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിക്കുന്നതോടുകൂടെ അവർ സ്വയം പര്യാപ്തരല്ലെന്ന് വരുന്നു. സ്വയം പര്യാപ്തരല്ലാതെ ആകുമ്പോൾ അവരൊരിക്കലും ദൈവമോ സൃഷ്ടാവോ ആവാൻ പറ്റാതെയും വരുന്നു. പല കൺസെപ്റ്റിലും നിരവധിയായ ദൈവങ്ങളുണ്ടാവും. പക്ഷെ അടിസ്ഥാനപരമായി എല്ലാ മതങ്ങളുടെയും ആദർശം ഏകദൈവത്വമാകുന്നു. എന്തുകൊണ്ട്? പ്രഥമ മനുഷ്യൻ ആദം അലൈഹിസ്സലാം പ്രഥമ പ്രവാചകരുമായിരുന്നു. അവിടുന്ന് പ്രചരിപ്പിച്ചത് ഏകദൈവത്തെക്കുറിച്ചാണ്. പിന്നീട് വന്ന ഓരോ നബിമാരും, ഷീസ് നബി തൻ്റെ പുത്രൻ ഏകദൈവത്തെ കുറിച്ചാണ് പറഞ്ഞത്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം, പോന്നു മൂസ അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, എല്ലാവരും അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാല റസൂലുള്ളാഹി. ഞാനും എൻ്റെ മുൻഗാമികളാകുന്ന പ്രവാചകന്മാരും പറഞ്ഞതിൽ ഏറ്റവും ശ്രേഷ്ഠമായ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല. അപ്പം എല്ലാവരും പഠിപ്പിച്ച അടിസ്ഥാനപരമായ സംഗതി ഇതാണ്. പക്ഷേ പിന്നീട് പലപ്പോഴും വിഘടനങ്ങളുണ്ടായി, പലപ്പോഴും അബദ്ധ ചിന്തകളുണ്ടായി, പല സമൂഹങ്ങളെയും പല അന്ധവിശ്വാസങ്ങളും സ്വാധീനിച്ചു. അങ്ങനെ ഓരോ പ്രകൃതി ശക്തിയെയും അവർ ദൈവങ്ങളാക്കി. ഓരോ ആവശ്യത്തിനും ഓരോ ദൈവങ്ങളെ അവർ പ്രതിഷ്ഠിച്ചാരാധിച്ചു തുടങ്ങി. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ 213 വാക്യത്തിൽ കാനന്നാസു ഉമ്മത്തൻ വാഹിദ, ഇതേക്കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട്. ജനങ്ങളെല്ലാവരും ഏക വിശ്വാസക്കാരായിരുന്നു. പിന്നീട് അവരുടെ ഇടയിൽ വ്യത്യസ്തങ്ങളായ തർക്കങ്ങളുണ്ടായി. ചില ആളുകൾ ഇടിയും മിന്നിലൊക്കെ പേടിച്ചപ്പോൾ അതിനെ ദൈവങ്ങളാക്കി, പേരക്കെട്ടു, ഓരോ പേരക്കെട്ടു. വേറെ കുറേ ആളുകൾ സൂര്യൻ്റെ കുറേ മഹത്വമൊക്കെ മനസ്സിലാക്കുന്നു. സൂര്യൻ ഇങ്ങനെ ഉദിക്കുന്നതും ആ വെളിച്ചത്തിലൂടെ നടന്നു പോകുന്നതും വല്ലാത്ത സയൻറ്റിഫിക്കായ വിശദീകരണത്തിനൊന്നും ഒന്നും പറ്റൂല.
അപ്പോൾ സൂര്യൻ്റെ പ്രതാപം മനസ്സിലാക്കുമ്പോൾ ഇതാ നമ്മുടെ ദൈവം എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നു. വേറെ കുറേ ആളുകൾ രാത്രി നമുക്ക് വഴികാട്ടാൻ ചന്ദ്രൻ തന്നെ വേണം, അതാണ് ദൈവം എന്ന് പറയുന്നു. അങ്ങനെ പ്രകൃതിയുടെ ഓരോ സംഗതിയും അവരെ ഭയപ്പെടുത്തുന്നതും കൗതുകപ്പെടുത്തുന്നതും ദൈവങ്ങളായിട്ട് അവർ പ്രഖ്യാപിക്കുന്നു. അങ്ങനെയാണ് സർപ്പം ദൈവമാകുന്നത്. സർപ്പം പൊതുവെ ഒരു പേടിയായിരുന്നു പണ്ട്, ടോർച്ചില്ലാത്ത കാലം, സർപ്പങ്ങളൊക്കെ ധാരാളമുള്ള കാലം. ഇടക്കിടക്ക് സർപ്പദംശനമേൽക്കും, പലരും മരണപ്പെടും. അങ്ങനെ സർപ്പം ദൈവത്തിൻ്റെ നിരയിലേക്ക് കയറി വന്നു. അങ്ങനെയാണ് പല ശൈത്താന്മാർ ദൈവങ്ങളായിട്ട് അവരോധിക്കപ്പെട്ടത്. പ്രത്യേകം ബിംബങ്ങളെ നിർമ്മിച്ചിട്ട് അതിലൊക്കെ അവയെ ആവാഹിക്കുന്ന പൂജാകർമ്മങ്ങളൊക്കെ നടത്തുന്നത്. കനന്നസുമ്മതൻ വാഹിദ, എല്ലാവരും ഏകവിശ്വാസക്കാരായിരുന്നു. പക്ഷേ അടിസ്ഥാനപരമായി അതുകൊണ്ടാണ് ബഹുദൈവത്വത്തെ കുറിച്ച് പറയുന്ന വിവിധങ്ങളായ മതഗ്രന്ഥങ്ങളിൽ ഏകത്വത്തിൻ്റെ അനുരണനങ്ങളും കിരണങ്ങളും നമുക്ക് കാണാൻ പറ്റുന്നത് ധാരാളമായിട്ട് തന്നെ. ബൗദ്ധത്തെക്കുറിച്ച് പറയുന്ന മതഗ്രന്ഥങ്ങളിൽ തന്നെയും ഏകത്വത്തെക്കുറിച്ച് കൃത്യമായി നമുക്ക് കാണാൻ പറ്റും. ധാരാളം ഞാൻ ഉദ്ധരിക്കുന്നില്ല. ബൈബിൾ പഴയതും പുതിയതുമാകുന്ന എല്ലാ ഗ്രന്ഥങ്ങളും പരിശോധിച്ചാലും അതെല്ലാം ഏകദൈവ വിശ്വാസത്തെക്കുറിച്ചാണ് പറയുന്നത്. ഏകദൈവ വിശ്വാസത്തെക്കുറിച്ചാണ് പറയുന്നത്. മാർക്കോസിന്റെ സുവിശേഷത്തിന്റെ 12-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യത്തിൽ ഇസ്രായേലേ കേൾക്കുക, പരമപ്രധാനമായ കാര്യം എന്തെന്നാൽ നിന്റെ ദൈവം ഏകനാകുന്നു എന്നാണ്. മത്തായി സുവിശേഷത്തിന്റെ 4-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം, പിശാച് പരീക്ഷിക്കാൻ വേണ്ടി യേശുവിനെ മലന്റെ മുകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. 40 ദിവസം പട്ടിണി കിടന്നുണ്ട്. എന്നിട്ട് വല്ലാതെ വിഷം നിൽക്കുന്ന യേശുവിനോട് കല്ലൊക്കെ അങ്ങനെ മുന്നിൽ കൊടുത്തിട്ട്, നീ വലിയ ശക്തിയുള്ളവനല്ലേ, നീ ഇതിനെ ഒന്ന് അപ്പമാക്കിയിട്ട് തിന്നേക്കൂ, വിശപ്പ് മാറ്റിയേക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് യേശു ക്രിസ്തു പറയുന്നതാണ് ഞാനീ പറഞ്ഞ ബൈബിളിലുള്ളത്, സാത്താനേ പോകൂ, നിന്റെയും എൻ്റെയും കർത്താവ് ഏക കർത്താവ്, അവനെ മാത്രമേ ആരാധിക്കാവൂ. സാത്താനേ പോകൂ, ശൈത്താനെ പോ, നിന്റെയും എൻ്റെയും കർത്താവ് സ്രഷ്ടാവ് ഏകൻ, അവനെ മാത്രമേ ആരാധിക്കാവൂ. ഇത് ഒരു 100എങ്കിലും ഉദ്ധരണങ്ങൾ നമുക്ക് ബൈബിളിൽ നിന്ന് പറയാൻ പറ്റും. അതുമാത്രം പറയലല്ലോ നമ്മുടെ ഈ ക്ലാസിൻ്റെ ഉദ്ദേശ്യം. എല്ലാ പ്രവാചകന്മാരും പഠിപ്പിക്കാമെന്നത് അതാണെന്നാണ് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഏകദൈവത്വത്തെക്കുറിച്ച് തന്നെ നമ്മുടെ ഹൈന്ദവ വേദങ്ങളിലും ഉപനിഷത്തുക്കളിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. കൃത്യമായ രീതിയിൽ തന്നെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നത് ദൈവമല്ലെന്നും, കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നത് ദൈവമല്ലെന്നും, കണ്ണിന് കാഴ്ച നൽകുന്നവനാണ് ദൈവമെന്നും, ചെവി കൊണ്ട് കേൾക്കാൻ ദൈവത്തെ നമുക്ക് പറ്റില്ലെന്നും, ഞാനീ പറയണേ നിങ്ങൾ കേൾക്കും പോലെ ദൈവത്തെ ഇങ്ങനെ കേൾക്കാൻ ഓരോരുത്തരും സാധ്യമല്ല, എന്നാൽ ഈ ചെവിക്ക് കേൾവി നൽകുന്നവനാണ് ദൈവമെന്നും കേനോപനിഷത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 6-7 ശ്ലോകങ്ങളിൽ കാണാം. ദീർഘമായി അത് ഉദ്ധരിച്ച് സമയമെടുക്കുന്നില്ല, അതിടക്കിടക്ക് പറയണ്ടല്ലോ. കൃത്യമായി പരിശുദ്ധ ഖുർആനിലൊക്കെ പറയുന്ന ലാ യുദ്രിക്കുഹുൽ അബ്സാർ വഹുവ യുദ്രിക്കുൽ അബ്സാർ, അള്ളാഹുവിനെ കണ്ണുകൊണ്ട് കാണാനാകില്ല, അവൻ കണ്ണിന് കാഴ്ച നൽകുന്നു, കാണാനുള്ള ശക്തി നൽകുന്നു. യച്ചുശാന പക്ഷതിയേന ചംശുംഷി പക്ഷതി തദൈവ ബ്രഹ്മത്വം വിദ്ധി ഏതം യദിദമുപാസതേ. കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല ദൈവത്തെ. ഇത് തന്നെ ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റും. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ വക്ഷസ്സിലിരിക്കുന്ന പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. മീൻസ് പ്രവാചകനാവുന്ന യേശു ക്രിസ്തു അല്ലെങ്കിൽ ഈസാ അലൈഹിസ്സലാം ദൈവത്തെ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നു. അല്ലാതെ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. നിങ്ങൾ പലപ്പോഴും കണ്ട യേശുക്രിസ്തു ദൈവമല്ലെന്നർത്ഥം. നിങ്ങൾ പലപ്പോഴും കണ്ട യേശുക്രിസ്തു ദൈവമല്ലെന്നർത്ഥം. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിന്നെ അവൻ ഏകനാകുന്നു. യേശുവിൻ്റെ ദൗത്യം എന്തായിരുന്നു? ദൈവത്തെ വെളിപ്പെടുത്തി, ദൈവത്തെ നമുക്ക് പഠിപ്പിച്ചു തന്നു. ശുദ്ധമായ ഏകത്വമായിരുന്നു എല്ലാ ആദർശങ്ങളെന്നും നമുക്ക് ഇത്തരം പ്രയോഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ പിന്നീട് പലവിധ ആന്തോളനങ്ങളുണ്ടായി. മാനവികതയിൽ നിന്ന് യേശുക്രിസ്തുവിനെയൊക്കെ ദൈവത്തിൻ്റെ നിരയിലേക്ക് സ്ഥാപിക്കപ്പെട്ടു. ഇതേക്കുറിച്ച് പോലും ക്രൈസ്തവ പണ്ഡിതന്മാർ തന്നെയും ധാരാളം എഴുതിയിട്ടുണ്ട്. ഫാദർ എസ് ക്യാപ്പൻ്റെ അക്രൈസ്തവനായ യേശുവിനെ തേടി എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്.
ഫാദർ എസ് കാപ്പൻ. അദ്ദേഹം എഴുതുന്നുണ്ട് അക്രൈസ്തവനായ യേശു. അതിൽ അദ്ദേഹം എങ്ങനെയാണ് മനുഷ്യനായിരുന്ന, പച്ച മനുഷ്യനായിരുന്ന, പലപ്പോഴും വിശക്കുന്ന, ബെത്വാനിൽ നിന്ന് പോന്നപ്പോൾ അവന് വിശന്നു. ദൂരെ നിറയെ ഇലയുള്ളൊരു അത്തിമരം കണ്ടപ്പോൾ അതിൽ വല്ലതും കാണുമെന്ന് കരുതി അവൻ അവിടെ ചെന്നു. ഇലയല്ലാതെ മറ്റൊന്നും ഇല്ലായിരുന്നു. അത് അത്തിപ്പഴത്തിൻ്റെ കാലമല്ലായിരുന്നു. വിശന്നിട്ട് കരയുന്ന ഒരു മനുഷ്യൻ. ആ നാളൊന്നും ആയി കഴിയും കുറിച്ച് എനിക്കറിയില്ല, ദൈവത്തിന് മാത്രമേ അറിയൂ എന്ന് കൃത്യമായി പറയുന്ന, ഖിയാമത്ത് നാൾ എന്നാന്ന് എനിക്കറിയില്ല എന്ന് പറയുന്ന മനുഷ്യൻ അവരുടെ ഇടയിൽ ജീവിച്ചു. ജൂതന്മാരുടെ അക്രമങ്ങൾക്ക് പലപ്പോഴും വിധേയനായി. ബൈബിൾ പ്രകാരം ജൂതന്മാർ അദ്ദേഹത്തെ പിടിക്കുന്നു, എന്നിട്ട് കുരിശിൽ തറച്ചു കൊല്ലുന്നു ബൈബിൾ പ്രകാരം. ആ സമയത്തും ദൈവത്തെ ഓർത്ത് കരഞ്ഞൊരു മനുഷ്യൻ, ആ സമയത്തും ദൈവത്തെ ഓർത്ത് കരഞ്ഞൊരു മനുഷ്യൻ. ജൂതന്മാർ പിടിക്കാൻ വരുമ്പോൾ യൂദാസ് ചുംബനം കൊണ്ട് ഉറ്റി കൊടുക്കുന്നു എന്ന് മത്തായിയിൽ കാണാം, ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു എന്ന് മാർക്കോസിൽ കാണാം. ഞാൻ ആരെയാണോ ആദ്യമായി പിടിക്കുന്നത് അവനായിരിക്കുമെന്ന് വേറെ സുവിശേഷത്തിൽ കാണാം. എന്തായാലും ഈ മത്തായി ആവട്ടെ മാർക്കോസ് ആവട്ടെ എല്ലാവരും പറയുന്നൊരു രീതി, ഈ യൂദാസ് ഒറ്റിക്കൊടുത്തിട്ട് ജൂതന്മാർ അദ്ദേഹത്തെ പിടികൂടി എന്നാണ്. എന്നിട്ടോ പിലാത്തോസിന്റെ നിർദ്ദേശപ്രകാരം കുരിശിൽ തറക്കുന്നു. ആ സമയത്ത് യേശുക്രിസ്തു കാണിക്കുന്ന രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ വിസ്തരിച്ച് 4 സുവിശേഷത്തിൻ്റെയും അവസാന ഭാഗത്ത് കാണാം. അദ്ദേഹം ആരും കാണാത്ത തോട്ടത്തിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ വേർപ്പ് കണങ്ങൾ രക്തകണങ്ങളായിരിക്കുന്നുവെന്ന് ശിഷ്യന്മാരോട് പ്രഖ്യാപിക്കുന്നു. എൻ്റെ കാലം അടുത്തുപോയി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തായാലും അവർ പിടിക്കുമെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. അവസാനം ദൈവമേ ഈ പാനപാത്രം എന്നിൽ നിന്നൊന്ന് നീക്കിത്തരണമേ എന്ന് ദയനീയമായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഈ ഒരു സംഗതി എന്നിൽ നിന്ന് നീക്കിത്തരണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറുമാറാവട്ടെ എന്ന് അദ്ദേഹം പറയുന്നു. ഏറ്റവും ഒടുവിൽ പിലാത്തോസിന്റെ നിർദ്ദേശപ്രകാരം ജൂത പുരോഹിതന്മാർ കുരിശിൽ തറച്ച് നാട്ടി നിൽക്കുമ്പോൾ എലോഹി എലോഹി ലമ്മാ ശബക്താനി, ദൈവമേ ദൈവമേ എന്തിനെന്നെ നീ കൈവിട്ടു എന്ന് ചോദിക്കുന്നു. അദ്ദേഹം മരണപ്പെടുന്നു. 3 ദിവസം യോനായുടെ പ്രവചനപ്രകാരം 3 ദിവസം മണ്ണിൽ കിടക്കേണ്ടതായിരുന്നു. പക്ഷേ 2 ദിവസം അദ്ദേഹം ഖബറിനുള്ളിൽ കിടക്കുന്നു. എന്നിട്ട് ഉയർത്തെഴുന്നേറ്റുവെന്ന് ചില ക്രൈസ്തവർ പറയുന്നു. ഉയർത്തെഴുന്നേറ്റു എന്ന അവരുടെ വിശ്വാസം തന്നെ നമുക്ക് തൽക്കാലം അംഗീകരിക്കാം. എങ്ങനെയാണ് മരിച്ച ഒരാൾ ഉയർത്തെഴുന്നേൽക്കുന്നത്? സ്വാഭാവികമായും മറ്റൊരാൾ ഉയർപ്പിക്കണം. ആ മറ്റൊരാളെയാണ് യേശു വിളിച്ചുകൊണ്ടിരുന്നത്. ആ മറ്റൊരാളിൽ നിന്നാണ് യേശു സഹായം തേടിക്കൊണ്ടിരുന്നത്. ആ മറ്റൊരാളെയാണ് അദ്ദേഹം എല്ലാ വിഷയത്തിലും ആശ്രയിച്ചത്. അവസാനം മഗ്ദലക്കാരത്തി മറിയത്തെ അദ്ദേഹം കാണുമ്പോൾ പറയുന്നുണ്ട്, ചെല്ലൂ നിന്റെ കൂട്ടുകാരോട് പറയൂ എൻ്റെ ദൈവവും നിന്റെ ദൈവവുമായ, എൻ്റെ പിതാവും നിന്റെ പിതാവുമായ ഏകനിലേക്ക് ഞാൻ കയറിപ്പോയിട്ടില്ല എന്ന് പറയൂ. എൻ്റെ ദൈവവും നിന്റെ ദൈവവുമായ, എൻ്റെ കർത്താവും നിന്റെ കർത്താവുമായ എൻ്റെ ദൈവം. അദ്ദേഹം കൃത്യമായി പറയുന്നു എൻ്റെ ദൈവം എന്ന് മറ്റൊരാളെ കുറിച്ച് അദ്ദേഹം നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവമേ ഈ പുരുഷാരം വിശ്വസിക്കേണ്ടതിന് വേണ്ടി അവർ നിമിത്തം ഞാൻ നിന്നോട് ചോദിക്കുന്നു, ലാസറേ എഴുന്നേൽക്കുക. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന അങ്ങനെയായിരുന്നു. ഞങ്ങൾക്ക് പല പ്രവാചകന്മാരും പഠിപ്പിച്ചതുപോലെ ഒരു പ്രാർത്ഥന പഠിപ്പിക്കണമെന്നും പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ അനുയായികൾ അദ്ദേഹത്തെ സമീപിക്കുന്നുണ്ട്. മത്തായി സുവിശേഷത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ ആരംഭം മുതൽ നമുക്കത് കാണാൻ പറ്റും. അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥന എന്തായിരുന്നു? സ്വർഗസ്ഥനായ പിതാവേ, നിന്റെ നാമം പൂജിതമാവട്ടെ, നിന്റെ രാജ്യം വരയണമേ, ഞങ്ങൾക്ക് അന്നാന്ന് വേണ്ട അപ്പം അന്നാന്ന് നൽകണമേ. സ്വർഗസ്ഥനായ പിതാവേ, നിന്റെ നാമം പൂജിതമാവട്ടെ. ആരാ സ്വർഗസ്ഥനായ പിതാവ്? നിന്റെ രാജ്യം വരയണമേ, ഞങ്ങൾക്ക് അന്നാന്ന് വേണ്ട അപ്പം അന്നാന്ന് നൽകണമേ. ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരോട് ക്ഷമിച്ചതുപോലെ നീ ഞങ്ങളോട് ക്ഷമിക്കണമേ. യേശുക്രിസ്തു നിരന്തരമായി പ്രാർത്ഥിച്ച, അദ്ദേഹം സാഷ്ടാംഗം നമിച്ചുവെന്ന് ബൈബിളിൽ കാണാം. നിരന്തരമായി അദ്ദേഹം സുജൂദ് ചെയ്ത, യെരൂശലേം ദേവാലയത്തിൽ പോയി അദ്ദേഹം ആരാധന അർപ്പിച്ചു എന്ന് ബൈബിൾ പലയിടങ്ങളിൽ പറയുന്നു. യേശുക്രിസ്തു ആർക്കാണോ ആരാധന അർപ്പിച്ചത്, അദ്ദേഹം ആവശ്യങ്ങളുണ്ടാകുമ്പോൾ ആരോടാണ് പ്രാർത്ഥന നടത്തിയത്? ഈ
ആരോ ഒരാളുണ്ടല്ലോ, അതാണ് ദൈവം. അല്ലാതെ മനുഷ്യനായി വന്ന് നമ്മുടെ ഇടയിൽ ജീവിച്ച് വിശന്ന് കരഞ്ഞ് പ്രയാസപ്പെടുന്ന ഒരാളല്ല ദൈവം. ഇതൊരു പുതിയ ആരോപണം ഉന്നയിക്കലൊന്നുമല്ല. ഇത് ബൈബിൾ 3-4 സുവിശേഷങ്ങൾ കൃത്യമായി പരിശോധിച്ചാൽ നമുക്ക് എല്ലാവർക്കും ബോധ്യമാവുന്ന ഒരു വസ്തുത. അതുകൊണ്ട് അള്ളാഹു ഏകനാവണം. ഈ യേശുക്രിസ്തുവും യഹോവയാം ദൈവവും അതിൻ്റെ ഇടയിൽ ഒരു കണക്ഷന് വേണ്ടിയിട്ട് പരിശുദ്ധാത്മാവാവുന്ന ഗബ്രിയേൽ മാലാഖയും ചേർന്ന 3 സംഗതികളല്ല ദൈവം. ലഖദ് ഖഫറല്ലദീന ഖാലു ഇന്നല്ലാഹ സാലിസു സലാസ. ത്രിത്വത്തിലുള്ള ഏകത്വമാണ് ഈ ദൈവമെന്ന് പറയുന്നവർ അവിശ്വാസികളാണെന്ന് ഖുർആൻ. അവിശ്വാസികളാണ്. തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനക്കും. നമ്മൾ രണ്ടുപേരും അംഗീകരിക്കുന്ന ഒരു വചനത്തിലേക്ക് വരൂ. എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മൾ രണ്ടു കൂട്ടരും അംഗീകരിക്കുന്ന ഒരു വചനത്തിലേക്ക് വരൂ എന്ന് ക്രൈസ്തവരെ പരിശുദ്ധ ഖുർആൻ ക്ഷണിക്കുന്നുണ്ട്. തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനക്കും. അതാണ് ഞാൻ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് അടിസ്ഥാനപരമായി എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻ ഫിലോസഫിയിലൊക്കെ നിരവധിയായ ദൈവങ്ങളുണ്ട്. അതിൽ ശക്തിവിശേഷണങ്ങളിൽ വ്യത്യാസമുണ്ട്. വലിയ ശക്തനായ ദൈവമുണ്ട്, അതിൻ്റെ താഴെയുള്ള ദൈവങ്ങളുണ്ട്. ചില വർഗക്കാർക്ക് അവരുടെ ദൈവം ഏറ്റവും ശ്രേഷ്ഠനായി വരുന്ന ഒരു രീതിയുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് വൈഷ്ണവർക്ക് വിഷ്ണുവാണ് ഏറ്റവും വലിയ ദൈവം, ശൈവർക്ക് ശിവനാണ് ഏറ്റവും വലിയ ദൈവം. അതിൻ്റെ പുറമെ കുറേയേറെ ദൈവങ്ങൾ വേറെയുണ്ട്. അവരുടെ വിശ്വാസം, അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതൊക്കെ അവരുടേതായ ഗ്രന്ഥങ്ങളിൽ അന്യത്ര വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആദർശം ഏകദൈവത്വമാണ്. അത് ശുദ്ധമായ ഏകത്വവുമാണ്. ഒരർത്ഥത്തിലും ആ റബ്ബിൽ മറ്റൊരാൾ കൂടി ചേരുന്നേയില്ല. അതാണ് അള്ളാഹുവിനെ പരിചയപ്പെടുത്താനുള്ള സൂറത്തുൽ ഇഖ്ലാസിൻ്റെ 1-ാമത്തെ വചനത്തിൽ ഖുൽ, നബിയെ പറയുക, ഹുവല്ലാഹു, അവനാണ് അല്ലാഹു, അഹദ്, അവൻ കൃത്യമായ ഏകനാകുന്നു എന്ന് പ്രാഥമികമായിട്ട് തന്നെ പഠിപ്പിക്കുന്നത്. രണ്ടാമതായി അല്ലാഹു സ്വമദ്, അല്ലാഹു സ്വമദാകുന്നു. എന്താ സമദ്? എല്ലാ സൃഷ്ടികളും അവനെ ആശ്രയിക്കുന്നു, അവൻ ആരെയും ആശ്രയിക്കുന്നില്ല. എല്ലാ സൃഷ്ടികളും അള്ളാഹുവിനെ ആശ്രയിക്കുന്നു, അവൻ ആരെയും ഒരർത്ഥത്തിലും ആശ്രയിക്കുന്നില്ല. അവൻ്റെ നടപടിക്രമങ്ങൾ ലോകത്തേക്ക് വരുന്നത് ചില പ്രത്യേക രീതിയിലാണ്. അത് അവൻ്റെ തീരുമാനമാണ്. നമുക്ക് വേണ്ടതൊക്കെ ലഭ്യമാകുന്ന നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലമാണ്. നമ്മൾ ആവശ്യപ്പെട്ടിട്ടാണ്. നമ്മുടേതായ ചില ഭാഗധേയങ്ങൾ അതിൽ നമ്മൾ നിർവഹിക്കാനുണ്ട്. പക്ഷെ എല്ലാം റബ്ബിൽ നിന്നുള്ളതാണ്. പടച്ച റബ്ബിന് മലാഖമാരുടെ ആവശ്യമേ ഇല്ല. പടച്ച റബ്ബിന് അവൻ്റെ ആദർശം മനുഷ്യരെ പഠിപ്പിക്കാൻ ഒരിക്കലും പ്രവാചകന്മാരുടെ ആവശ്യമേ ഇല്ല. പ്രവാചകന്മാരുടെ ആവശ്യമേ ഇല്ല. പക്ഷെ റബ്ബ് തആല അവൻ്റെ ആദർശം മനുഷ്യരിലേക്ക് എത്താൻ സ്വീകരിച്ചൊരു രീതി അള്ളാഹുവിൻ്റെ ഹിക്മത്തിൽ, അള്ളാഹുവിൻ്റെ ഇറാദത്തിൽ ഉണ്ടായൊരു രീതി പ്രവാചകന്മാർ മുഖേന നമുക്ക് അവൻ്റെ ആദർശം പഠിപ്പിച്ചു തരിക എന്നുള്ളതാണ്. അതിന് അതിൻ്റെതായ കുറേ തത്വങ്ങളുണ്ട്. ഓരോരുത്തർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണമെങ്കിൽ അവരവർക്ക് ആവശ്യമായ നിയമങ്ങൾ പഠിപ്പിക്കാം. പക്ഷേ ചിലപ്പോൾ ലോകം ഡിസോർഡറായി പോകും. കാര്യം, ഒരുത്തനെ കൊല്ലണമെന്ന് എനിക്ക് അള്ളാഹു തോന്നിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് കൊല്ലാൻ പറ്റും. ഒരുത്തൻ്റെ പണം ഒന്നിച്ച് എനിക്ക് എടുക്കാൻ പറ്റും. കാര്യം, എന്താടാ നീ എൻ്റെ കാശ് എടുക്കണമെന്ന് ചോദിക്കുമ്പോൾ, അതെ എൻ്റെ ശരീരത്ത് അങ്ങനെയാണ്, അള്ളാഹു തആല എന്നോട് അങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ലോകം ഡിസോർഡർ ആവും. അത് പാടില്ല. ഒരു പ്രവാചകൻ വരണം, അദ്ദേഹം വിശുദ്ധനായിരിക്കണം, സത്യസന്ധനായിരിക്കണം, എല്ലാവർക്കും അദ്ദേഹത്തെക്കുറിച്ച് ശരിക്കറിയണം. ആളുകൾക്ക് വെറുക്കുന്ന രോഗം പോലും ഉണ്ടാവാൻ പാടില്ല. ആളുകൾക്ക് വെറുപ്പ് വരും വിധത്തിലുള്ള രോഗം പോലും ഉണ്ടാവില്ല. പിന്നെ ഒരിക്കലും അവർ സ്ത്രീ ആയിക്കൂടാ. ഖുർആൻ വ്യക്തമായി പറയുന്നതാണ്, അവരൊരിക്കലും സ്ത്രീ ആയിക്കൂടാ. പരിശുദ്ധ ഖുർആനിൽ വ്യക്തമായി പറഞ്ഞതാ, അല്ലാഹു പുരുഷന്മാരെ മാത്രമാണ് പ്രവാചകന്മാരായി നിയോഗിച്ചത് എന്ന്. പക്ഷെ അതൊക്കെ പുരുഷ മേധാവിത്വമുള്ള ഇസ്ലാമിൽ പിന്നീട് ഉണ്ടായതാണെന്നും ശരിക്കും പ്രവാചകത്തിമാരുണ്ടായിരുന്നു എന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ട് പുതിയ കാലത്തും. മുമ്പ് നമ്മൾ സൂചിപ്പിച്ചു തോന്നുന്നു, CH മുസ്തഫയുടെ ഒക്കെ ഏറ്റവും പുതിയ വാദം അതാണ്. കുറേ നബിച്ചികളുണ്ടായിരുന്നു.
കുറേ നബിച്ചികൾ ഉണ്ടായിരുന്നു. പിന്നെ മുആവിയ മതക്കാരെന്ത് ചെയ്തു? ഈ നബിച്ചികളൊക്കെ നിഷ്പ്രഭരാക്കിക്കൊണ്ട് അവർ എന്ത് ചെയ്തു? പുരുഷന്മാർ മാത്രമാണ് നബിമാർ എന്ന് പടച്ചുണ്ടാക്കി എന്നാണ് ഈ മനുഷ്യൻ പരിശുദ്ധ ഖുർആനും ഹദീസും അയാളുടെ രീതിയിൽ തന്നെ വിശദീകരിച്ച് കുറേ ആളുകളെ സംഘടിപ്പിച്ച് അവരൊക്കെ പരിശുദ്ധ ഇസ്ലാമിൽ നിന്ന് തെറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആധുനിക കാലത്തെ ഏറ്റവും വലിയ ഇബ്ലീസുകളിൽ പെടുന്ന ഈ മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധ ഖുർആനിൽ കൃത്യമായി പറഞ്ഞതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരായി ആണുങ്ങളെ മാത്രമേ നിശ്ചയിച്ചിട്ടുള്ളൂ. എന്തുകൊണ്ട്? പടച്ച റബ്ബിന്റെ തീരുമാനം അങ്ങനെയാണ്. പ്രഥമമായി. ദ്വിതീയമായി ആണുങ്ങൾക്കാണ് പൊതുസമൂഹത്തിൽ എപ്പോഴും ഇടപെടാൻ പറ്റുക. ഇമാമത്ത് നിൽക്കാൻ നബിയെ കാണൂല. പെണ്ണാണെങ്കിൽ എന്തേ കാര്യം, അവർക്ക് മെൻസസ് എന്ന് മുഖ്രി പറഞ്ഞു കൊടുക്കും. ജനങ്ങളുടെ വമ്പിച്ച ആവശ്യങ്ങൾ നിർവഹിക്കാൻ അതുകൊണ്ട് പറ്റൂല. ഒരു നബിച്ച് വരുന്നു, അവർ പ്രസവിച്ച് കിടക്കുന്നു, ഒരു 2-3 മാസം നബിക്ക് ലീവായിരിക്കും. എന്താ കാര്യം? അവർക്ക് പ്രസവമുണ്ട്, അവർക്ക് കുഞ്ഞുങ്ങളെ നോക്കാനുണ്ട്. നബി ദഅവത്ത് നടത്തിക്കൊണ്ട് സഞ്ചരിക്കുന്നു, അതിനിടയ്ക്ക് ഓടി വരണം വീട്ടിലേക്ക് കുഞ്ഞിന് പാല് കൊടുക്കാൻ. പിന്നെ പല സ്ത്രീകളും പല മികച്ച മേഖലകളിലും എത്തിയിട്ടുണ്ട് എന്നുള്ളത് കാര്യം. പക്ഷെ അതൊരു പൊതുവായ രീതിയല്ല. സമൂഹത്തിന്റെ വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങളെ നിർവഹിക്കാനും കൂടുതലായി യാത്ര ചെയ്യാനും പൊതുസമൂഹത്തോട് ബന്ധപ്പെടാനും ഒക്കെ സ്വാഭാവികമായും പുരുഷനാണ് സാധിക്കുക. എല്ലാ വർഗത്തിലും ഏകദേശം അങ്ങനെ തന്നെ. എല്ലാ വർഗത്തിലും ശരിക്കും വ്യത്യസ്തരാണ്. എല്ലാ ജീവിവർഗത്തിലും ആണും പെണ്ണും ശരിക്കും വ്യത്യസ്തരാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ കൃത്യമായി പറയുന്നു, സൂറത്തുൽ അംബിയാഇന്റെ 7-ാമത്തെ വചനം, വമാ അർസൽനാ ഖബ്ലക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം. അങ്ങയുടെ മുമ്പ് നമ്മൾ വഹയി അറിയിക്കുന്ന പ്രവാചകന്മാരായിട്ട് പുരുഷന്മാരെയേ നിയോഗിച്ചിട്ടുള്ളൂ. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. പൂർവികമാകുന്ന സമൂഹങ്ങളോടൊക്കെ ചോദിച്ചാൽ അത് താങ്കൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് വ്യക്തമായി ഉണ്ടായിരിക്കെ ചില പദങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്ത്, ഉദാഹരണമായിട്ട് വൗഹൈനാ ഇലാ ഉമ്മി മൂസ, മൂസാ നബിയുടെ ഉമ്മയിലേക്ക് നമ്മൾ വഹി അറിയിച്ചു എന്ന് പറയുന്ന ഒരു വാക്ക് ഖുർആനിലുണ്ട്. എന്താ വഹി? ഉദ്ബോധനം നൽകി, ഇൽഹാമ് നൽകി എന്ന്, അല്ലാതെ പ്രവാചികയാക്കി എന്നല്ല. അങ്ങനെ പ്രവാചികയാക്കുകയാണെങ്കിൽ തേനീച്ചയിലേക്കും വഹി ഒന്നും ഖുർആനിലുണ്ട്. ഔഹാ റബ്ബുക ഇലൻ നഹ്ല, തേനീച്ചയിലേക്ക് അല്ലാഹു വഹി അറിയിച്ചു. ഭൂമിയിലേക്ക് വഹി അറിയിച്ചു എന്ന് ഖുർആനിലുണ്ട്. ബിഅന്ന റബ്ബക ഔഹാ ലഹാ. ഖിയാമത്ത് നാളിന്റെ ആ വിഹ്വലതയിൽ ഭൂമി അതിന്റെ മുകളിൽ പ്രവർത്തിച്ച ഓരോ പ്രവൃത്തിയെയും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. ഇന്നടത്ത് വെച്ച് ഇന്നയാൾ കട്ടൂന്ന്, ഇന്ന മറവിൽ വെച്ച് ഇന്നയാളും ഇന്ന സ്ത്രീയും തമ്മിൽ ലൈംഗികമായി ദുരുപതിഷ്ഠിതമായി ബന്ധപ്പെട്ടു, വ്യഭിചാരം നടത്തിയെന്ന്, ഇന്നടത്ത് വെച്ച് ഇന്നയാളെ കുറിച്ച് ഗൂഢാലോചന നടത്തിയെന്ന് ഭൂമി കൃത്യമായി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. യൗമഇദിൻ, അന്ന് ഭൂമി യുഹദ്ദിസു, സംസാരിക്കുന്നതാണ്. എങ്ങനെ? ബിഅന്ന റബ്ബക ഔഹാ ലഹാ. പടച്ച റബ്ബ് സംസാരിക്കാൻ വേണ്ടി ഭൂമിക്ക് അന്ന് പ്രത്യേകമായൊരു കഴിവ് കൊടുക്കും. അല്ലാതെ ഭൂമിനെ നബിയാക്കിന്നൊന്നുമല്ല. അപ്പൊ അള്ളാഹുവിന്റെ നടപടിക്രമങ്ങൾ ആണുങ്ങളാകുന്ന പ്രവാചകന്മാരെ നിയോഗിച്ച് സമൂഹത്തെ കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നാണ്. അത് പടച്ച റബ്ബിന് അങ്ങനെ ആവശ്യമുള്ളത് കൊണ്ടേ അല്ല. പൂർണ്ണമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സമ്പൂർണ്ണ ഏകത്വമുള്ളവനാണ്. എല്ലാ അർത്ഥത്തിലും അവൻ നിരാശ്രയനുമാണ്. ആരെയും ആശ്രയിക്കൂല, എല്ലാവരും അവനെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നു. പലപ്പോഴും കേരളത്തിലൊക്കെ കാണുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തും മറ്റ് ഇതര ബിദ്അത്തുകാരും തമ്മിലുള്ള ഈ ആദർശപരമായ വലിയ പ്രശ്നത്തിന്റെ നിവാരണം കൂടെയാണ് ഈ ഒരു വാക്യം. എന്തുകൊണ്ട്? ആത്മികമായ ലോകത്തെ അവർ നിഷേധിക്കുന്നു. വെറും വരണ്ട ഒരു റെഡിമെയ്ഡ് ഭൗതിക ഇസ്ലാമിനെ അവർ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നു. അതിന് ദിക്ർ ഹൽഖകൾക്ക് പ്രസക്തിയില്ല, പൂർവികർക്ക് സ്ഥാനമില്ല. മഹാന്മാരെ തവസ്സുലാക്കുന്നത് കൊണ്ട് കിട്ടുന്ന വലിയ പുണ്യത്തെയും ഉപകാരത്തെയും അവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല. പൂർവികമായി അത് നടന്നു വന്നതാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന് എന്ത് ആവശ്യമുണ്ടെങ്കിലും അവിടുന്ന് അബൂ ഹനീഫത്തുൽ കൂഫിയുടെ ഖബർ സന്ദർശിക്കുമെന്നും അവിടെ വെച്ച് പ്രാർത്ഥന നടത്തിയാൽ പിരിയുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ആ ആവശ്യം പരിഹരിക്കുമെന്നും താരീഖുൽ ബഗ്ദാദ് അടക്കം വിവിധ ഗ്രന്ഥങ്ങളിലുണ്ട്. മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹു അൻഹുവിന് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ തങ്ങളുടെ ഖബറിൻ്റെ അടുത്ത് പോയി കവിള് മുട്ടിച്ചിട്ട് ഇസ്തഅൻതു ബി ഖബരി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഖബറിനോട് സഹായം തേടുമെന്ന് സിയറു അലാമിൻ നുബല പോലെയുള്ള
കേരളത്തിലെ എല്ലാ വിദഗ്ധ പ്രസ്ഥാനക്കാരും അംഗീകരിക്കുന്ന ചരിത്ര പണ്ഡിതൻ ആഫിദുൽ ദഹബിയുടെ ഗ്രന്ഥത്തിൽ പോലും ഉണ്ട്. അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 327 പേജ് നമ്മൾ പരിശോധിച്ചാൽ മതി. പൂർവികമായി അങ്ങനെ തന്നെ കൊളത്തൂർ ഉസ്താദിനെ നമുക്കൊക്കെ അറിയാം. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായൊരു പുസ്തകമുണ്ട്, ഇസ്തിഗാസ ചരിത്രത്തിനു നേർക്ക് നേർന്നും പറഞ്ഞിട്ട്. എന്ന് വെച്ചാൽ 1-ാം നൂറ്റാണ്ട്, 2-ാം നൂറ്റാണ്ട്, 3-ാം നൂറ്റാണ്ട് ഇങ്ങനെ തുടങ്ങി പൂർവികരാകുന്ന മഹാന്മാർ ഓരോ നൂറ്റാണ്ടിലും നടത്തിയ ഇസ്തിഗാസയെക്കുറിച്ച് കൃത്യമായ ചരിത്രബോധം ഉണ്ടാക്കുന്ന ഗ്രന്ഥം. അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു അന്നാസ് കുല്ലുഹും ഇയാലു അബീ ഹനീഫ ഫിൽ ഫിഖ്ഹിന്റെ കാര്യത്തിൽ എല്ലാ പണ്ഡിതന്മാരും അബൂ ഹനീഫയുടെ ആശ്രിതരാണെന്ന് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ച മഹാനുഭാവന് ഇസ്തിഗാസ മാത്രം പറയുന്ന അൽ ഖസീദത്തുൻ നുഅ്മാനിയ എന്ന കവിതയുണ്ട്. റൗളയുടെ ചുമരിൽ ഇപ്പോഴും അത് രേഖയുണ്ട്. റൗളയുടെ ചുമരിൽ ഇപ്പോഴും അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, അതിൻ്റെ പല വരികളും. ഇതിൻ്റെ മുന്നേ ഞാൻ പോയ സമയത്ത് പോലും അവിടെയുള്ളൊരു മുത്തബയോട് അതേക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ബഹുമാന്യരാകുന്ന തിരുവങ്ങാടി വാപ്പുസ്താദ് അതിന് തഹ്മീസ്, അതിൻ്റെ ഒരു പഞ്ചവൽക്കരണം തയ്യാറാക്കിയിട്ടുണ്ട്. അബൂ ഹനീഫത്തുൽ കൂഫി തങ്ങളുടെ കവിത 1, പിന്നെ 4 വരി മഹാനായ വാപ്പുസ്താദിൻ്റെ വക. ഏതാണ് അടിസ്ഥാന ഗ്രന്ഥം, ഏതാണ് തഹ്മീസായി വന്നത് എന്ന് പോലും നേരാമണ്ണം തിരിച്ചറിയാൻ പറ്റാത്ത വിധം സാഹിത്യ സമ്പൂർണമായി അബൂ ഹനീഫത്തുൽ കൂഫിയുടെ ഗ്രന്ഥത്തിന് മഹാനായ വാപ്പുസ്താദ് നടത്തിയ ഒരു സേവനം. എത്രയെത്ര ഇസ്തിഗാസ കവിതകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ഉമറുൽ ഫാറൂഖ് തങ്ങളും ഭരിക്കുന്ന സമയത്ത് ജനങ്ങൾക്കാകെയും വലിയ ജല ദൗർലഭ്യം വരികയും ഖഹ്ത്ത്, വലിയ ദാരിദ്ര്യം, അതുപോലെയുള്ള ഈ വരൾച്ച വരികയും ഒരു മനുഷ്യൻ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിൻ്റെ അടുത്ത് എത്തിയിട്ട് ഇസ്തസ്ഖി ലി ഉമ്മത്തിക, അങ്ങയുടെ ഉമ്മത്തിന് വേണ്ടി അങ്ങ് മഴയെ തേടണം, ഫൈന്നഹും ഖദ് ഹലക്കു, ആകെ നശിച്ചു പോയിട്ടുണ്ടവർ എന്ന് പറയുന്നതും അദ്ദേഹത്തിന് ഉത്തരം കിട്ടുന്നതും അക്കാര്യം സയ്യിദന ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അറിയിക്കുന്നതും മഹാനുഭാവൻ അത് അംഗീകരിക്കുന്നതും എല്ലാ ചരിത്ര ഗ്രന്ഥത്തിലുമുണ്ട്, മിക്ക തഫ്സീറുകളിലുമുണ്ട്. മഹാനായ ഇബ്നു കസീർ അദ്ദേഹത്തെ എല്ലാ കേരളത്തിലെ വിദ്വത്തുകാരും വലിയ പണ്ഡിതനായി അംഗീകരിക്കുന്നതാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഈ കഥ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരായിരുന്നു ഈ കടന്നു വന്നയാൾ? ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജറുൽ അസ്ഖലാനി തങ്ങൾ പറയുന്നു, ഹുവ ബിലാൽ ഇബ്നുൽ ഹാരിസുൽ മുസ്നി അസ്സഹാബി, സഹാബിയായ ബിലാൽ ഇബ്നുൽ ഹാരിസുൽ മുസ്നി റളിയല്ലാഹു അൻഹു ആണ്. മുസ്ലിം ലോകം ഇതുവരെയും വെച്ചു പുലർത്തുന്ന ഒരു ആചാരമാണിതെന്ന് മുജ്തഹിദ് മുസ്തഖിലിന്റെ പദവിയിലേക്ക് എത്തിയെന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞ ഇമാമുന സുബ്ഖി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഷിഫാഉസ് സഖാം എന്ന ഗ്രന്ഥത്തിന്റെ 135 പേജിൽ പറയുന്നുണ്ട്, ഫഅലം അന്നഹു യജൂസു വയഹ്സുനു അത്തവസ്സുലു വൽഇസ്തിഗാസത്തു വത്തശഫഉ ബിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് തവസ്സുലാക്കാം, ഇസ്തിഗാസ നടത്താം. വലം യുൻകിറുഹു അഹദുൻ, ആരുമേ അതിനെ നിഷേധിച്ചിട്ടില്ല. ഹത്താ ജാ ഇബ്നു തൈമിയ്യ, വികട മനസ്സും ആദർശവുമായി ഇബ്നു തൈമിയ്യ വരുന്നത് വരെ അദ്ദേഹം ഇത് സംബന്ധമായി പല വിചിത്രവാദങ്ങളും ഉന്നയിച്ചു. ഇമാമുന സുബ്ഖി അടക്കം ഇമാമുന ഇബ്നു ഹജറുൽ അസ്ഖലാനി തങ്ങൾ അവിടുത്തെ അൽ മിനലുൽ കാമിന ഫി അയാനിൽ മിഅത്തി സാമിന എന്ന ഗ്രന്ഥത്തിലും മഹാനായ ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ അദ്ദേഹത്തിൻ്റെ ശറഹുൽ ഈലാഹ് പോലെയുള്ള ഗ്രന്ഥങ്ങളിലും അതുകൊണ്ട് തന്നെയാണ് ഇബ്നു തൈമിയ്യയെ കുറിച്ച് അദ്ദേഹം ളാല്ലുൻ മുളില്ലുൻ, പഴച്ചവനാണ്, പഴപ്പിക്കുന്നവനാണ് എന്ന് രേഖപ്പെടുത്തുന്നത്. അസ്ഖലാനി തങ്ങൾ കുറച്ചുകൂടെ കയറി പറയുന്നുണ്ട്, വബഅദുഹും നസബു, പലരും അദ്ദേഹത്തെ ചേർത്തി പറഞ്ഞത് ഇല സന്തഖത്തി, മതനിഷേധിയാണെന്നാണ്. പലരും അദ്ദേഹം വിദേഹത്തുകാരനാണെന്ന് പറയുന്നു, പലരും അദ്ദേഹം ളാലാണ്, മുളില്ലാണെന്ന് പറയുന്നു. വലം യുൻകിറുഹു അഹദുൻ, ആരുമേ അതിനെ നിഷേധിച്ചിട്ടില്ല. ഹത്താ ജാ ഇബ്നു തൈമിയ്യ, ഇബ്നു തൈമിയ്യ വരുന്നത് വരെ എന്ന് കൃത്യമായ രീതിയിൽ മഹാനായ ഇമാം സുബ്ഖി റളിയല്ലാഹു അൻഹു ഷിഫാഉസ് സഖാമിൽ പറയുന്നു. ഫഅലം അന്നഹു, അറിയണം, മനസ്സിലാക്കണം, യജൂസു, അനുവദനീയമാണ്, യഹ്സുനു, നല്ല കർമ്മമാണ്, അത്തവസ്സുലു വത്തശഫഉ വൽഇസ്തിഗാസത്തു ബിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് മുസ്ലിം ലോകം ഇതുവരെ അംഗീകരിച്ചു വരുന്ന ഒരു രീതിയാണ്. നമ്മുടെ കേരളത്തിൽ ഇന്നോളം ലോകത്തെല്ലായിടത്തും മഹാനായ ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബുകൾ നമ്മൾ ആലോചിച്ചു. അവിടുത്തെ നഫായിസുദ്ദുർ 1-ാം ഭാഗം അല്ലാഹുവിന്റെ റസൂലിന്റെ വിശേഷണങ്ങൾ പറയുന്നത്.
കൃത്യമായ രീതിയിൽ അവിടുന്ന് ഇസ്തിഹാസയും തവസ്സുലും കൊണ്ട് അത് കോർത്തിണക്കിയിരിക്കുന്നു. ഈ നഫായിസ് ദുററിനെ കുറിച്ചാണ് മമ്പറത്ത് തങ്ങൾ പറഞ്ഞത്, അത് നിങ്ങൾ പഠിക്കണം, അത് സൂഫിയാവാനുള്ള ആളുകളുടെ അന്നത്തിൽപ്പെട്ടതാണ്. നഫായിസ് ദുററി കിതാബുൽ അദ്കിയ ജൗഹറത്തു തൗഹീദി റിസ്ഖുൽ അസ്ഫിയ. സൂഫിയാക്കളുടെ അന്നമാണ് നഫായിസ് ദുറർ, ജൗഹറത്തു തൗഹീദ്, കിതാബുൽ അദ്കിയ. അത് നിങ്ങൾ പഠിക്കണമെന്നും ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോകുവോളം അതിൻ്റെ പഠനം വ്യാപകമായിരിക്കുന്നു, പിന്നെ അത് തീർന്നു പോകുമെന്നുമൊക്കെ മഹാനായ മമ്പറത്ത് തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. തൻ്റെ പ്രിയപ്പെട്ട മുരീദ് ശിഷ്യൻ ഔഖോയ മുസ്ലിയാരെ വിളിച്ചിട്ട് ഇത് മമ്പറത്തെ ജുമാഅത്തെ പള്ളിയിൽ എഴുതി വെക്കണം എന്നും പറഞ്ഞിട്ടാണ് ഈ കവിത മമ്പറത്ത് തങ്ങൾ പാടുന്നത്. നമ്മുടെ ജുമുഅ പള്ളിയുടെ ചുമരിൽ ഇത് എഴുതി വെക്കണം, അത്രക്ക് ശ്രേഷ്ഠാണ്. 1921 അന്ന് ഇസ്തിഹാസയെയും തവസ്സുലിനെയും വിമർശിക്കുന്ന ആളുകൾ പലപ്പോഴും വരും, പല ആദർശ വ്യതിയാനങ്ങളുണ്ടാകും. അതുകൊണ്ട് ജുമുഅത്തെ പള്ളിൻ്റെ ചുമരിൽ തന്നെ എഴുതി വെക്കണം, നഫായിസ് ദുററി കിതാബുൽ അദ്കിയ ജൗഹറത്തു തൗഹീദി റിസ്ഖുൽ അസ്ഫിയ. ഇംഗ്ലീഷുകാർ പോകുള്ളത് നന്നായിട്ട് പഠനം നടക്കും, പിന്നീട് അതങ്ങനെ കുറഞ്ഞു പോകും. അത് സംഭവിക്കാതിരിക്കാൻ ഇസ്തിഹാസ പറയുന്ന, ഇസ്തിഹാസയിൽ കോർത്തിടക്കിയ നഫായിസ് ദുറർ അടക്കം പഠനം ഇവിടെ നടക്കണമെന്ന് സ്വാത്വികവര്യരാകുന്ന മമ്പറത്ത് തങ്ങൾ അദ്ദീനു യമാനിയുൻ വൽ ഹിക്മത്തു യമാനിയുൻ. ദീന് യമാനിയാണ്, ഹിക്മത്ത് യമാനിയാണ്, ഇൽമ് യമാനിയാണെന്ന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച യമനിലെ തരീമിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന് ഇവിടെ വലിയ വൈജ്ഞാനികവും ആത്മികവുമായ വിപ്ലവം സൃഷ്ടിച്ച മമ്പറത്ത് തങ്ങൾ പോലും പറയുന്നുണ്ട്, ഇനി ഏതെങ്കിലും ഒരു ആയത്തിൻ്റെ പീസ് എടുത്തിട്ട് വല്ലാതെ ഒച്ചിട്ടിട്ട് പ്രസംഗം നടത്തുമ്പോഴേക്ക് നമ്മുടെ ആദർശത്തിനൊരു ശോഷണവും വരാൻ പാടില്ല. അപ്പൊ സ്വാഭാവികമായും അവർ പറയും, അള്ളാഹു അല്ലേ ദൂരന്ന് സഹായിക്കണോൻ, അള്ളാഹു അല്ലേ മറഞ്ഞതറിയണോ, ഇങ്ങനെ കുറേ വർത്താനം പറയും. അവിടെയാണ് അള്ളാഹു സ്വമദ് പരിഹാരമാകുന്നത്. പടച്ച റബ്ബ് സഹായിക്കുന്നു, പരിശുദ്ധ ഖുർആനിൽ മുഅ്മിനീങ്ങളും സഹായിക്കുന്നു എന്ന് പറയുന്നു. പടച്ച റബ്ബ് റഹീമാണ്, കാരുണ്യവാനാണ്. സൃഷ്ടിയാകുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് റഊഫ് റഹീം എന്ന് സൂറത്തു തൗബയുടെ 128-29 വചനങ്ങളിൽ ഖുർആൻ പറയുന്നത്. അള്ളാഹു റഹീമാണ്, അള്ളാഹുവിൻ്റെ റസൂലും റഹീമാണ്. നമ്മളൊക്കെ കാണുന്നു, അള്ളാഹു കാണുന്നു, നമ്മൾ കേൾക്കുന്നു, അള്ളാഹു കേൾക്കുന്നു. അപ്പം ഏതെങ്കിലും ഒരു വലിയ മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ സഹായിക്കുമെന്ന് വിശ്വസിക്കുമ്പോഴേക്ക് പടച്ച റബ്ബിൻ്റെ വിശേഷണം ആ വലിയന് അർപ്പിക്കുന്നു, അതോടെ ശിർക്ക് വരുന്നു എന്നാണ് ഇവിടെ തിയോളജി പറയാൻ ശ്രമിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ആലോചിച്ച് നോക്കുക, അള്ളാഹു കാണുന്നുണ്ട്, നമ്മളും കാണുന്നുണ്ട്. അള്ളാഹിൻ്റെ വിശേഷണം നമുക്ക് എടുത്തണിഞ്ഞോ? അള്ളാഹു കേൾക്കുന്നു, നമ്മളും കേൾക്കുന്നു. അള്ളാഹുവിൻ്റെ വിശേഷണം നമുക്ക് പറഞ്ഞോ? മുഅ്മിനീങ്ങൾ സഹായിക്കുന്നു, അള്ളാഹു സഹായിക്കുന്നു. ഒരേ വചനത്തിൽ തന്നെ എല്ലാവരുടെയും സഹായം അള്ളാഹു ഒന്നിച്ചു പറയുന്നുണ്ട്. 5-ാം അധ്യായം സൂറത്തുൽ മാഇദയുടെ 55-ാമത്തെ വചനം, ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനു. നിങ്ങളുടെ സഹായി ആരാണ്? അള്ളാഹുവാണ്, റസൂലാണ്, യഥാർത്ഥ മുഅ്മിനീങ്ങളാണ്. ഒരേ ആയത്തിൽ അള്ളാഹു സഹായിക്കുന്നു പറയണം. അവിടെ വലിയ സഹായി അല്ല എന്ന് പറയണ്ട. മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹുവിന്റെ പ്രസിദ്ധമായ വചനം നമ്മുടെ ഓർമ്മയിലുണ്ട്, വമൻ തഅസ്സഫ അല്ല വമൻ തറക തഅസ്സഫ വതഅമ്മല ഫീ മുഖദ്ദിമത്തിൽ ആയത്തി വമുഅഖിറിഹാ ഖതഅ ബിഅന്നൽ വലിയ ഫീ ഹാദിഹിൽ ആയത്തി ബിമഅനൻ നാസിരി വൽ മുഹിബ്ബ്. കുതർക്കങ്ങൾ ഒഴിവാക്കിയിട്ട് വേണ്ട വിധം ചിന്തിച്ചാൽ ഈ ആയത്തിൻ്റെ പൂർവവും പിന്നീട് വരുന്നതുമായ ഭാഗങ്ങളും പശ്ചാത്തലവും പരിശോധിച്ചാൽ അവർക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും, ബി അന്നൽ വലിയ ഫീ ഹാദിഹിൽ ആയ, ഈ ആയത്തിലുള്ള വലിയിൻ്റെ ആശയം അന്നാസ്ഫിറു വൽ മുഹിബ്ബു, സഹായിയാണ്, ഇഷ്ടപ്പെടുന്ന മുഹിബ്ബാണ് എന്നാകുന്നു. മരിച്ചോര് കൂടുമെന്ന് പിന്നീട് ഇഷ്കാലാക്കാൻ നോക്കണ്ട. ഇതേ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അബൂ ഹയ്യാൻ നഹ്വി റളിയല്ലാഹു അൻഹു ഈ ആയത്തിലെ സഹായി ആരെയൊക്കെ ബാധകമാണ്? ഉമൂമു മൻ മളാ മിൻഹും വമൻ ബഖിയ, മരിച്ചോരും ജീവിച്ചിരിക്കുന്നവരും എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അപ്പൊ പിന്നെ എങ്ങനെ? അള്ളാഹു സഹായി, നമ്മളും സഹായി, മനുഷ്യന്മാർ പരസ്പരം സഹായികൾ. അള്ളാഹു കാണുന്നു, നമ്മളും കാണുന്നു, അള്ളാഹു കേൾക്കുന്നു, നമ്മളും കേൾക്കുന്നു.
അള്ളാഹു കാരുണ്യവാനെന്ന് ഖുർആന്റെ തുടക്കം മുതൽ അള്ളാഹു പറയുന്നു. സൂറത്തുൽ ഫാത്തിഹയുടെ 1-ാമത്തെ വാക്യത്തിലും 3-ാമത്തെ വാക്യത്തിലൊക്കെ പറയുന്നു അള്ളാഹു കാരുണ്യവാനാണ്. ഖുർആനിൽ ഉടനീളം പറയുന്നു. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിൽ ഏറ്റവും കൂടുതൽ ഖുർആൻ ഉപയോഗിക്കുന്നത് ഈ റഹീം എന്ന കരുണയുടെ വിശേഷണമാണ്. എന്നാൽ അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് തന്നിട്ടും പരിശുദ്ധ ഖുർആനിൽ ഇതേ വാക്യം ഒരക്ഷരം മാറാതെ ഉപയോഗിക്കുന്നു. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുൻ റഹീമുൻ. അപ്പൊ അള്ളാഹുവിന്റെ വിശേഷണം റസൂലിന് അർപ്പിച്ചു എന്നാണോ? അള്ളാഹു സഹായിക്കുമെന്ന വിഷയം മുഅ്മിനീങ്ങൾക്കും അർപ്പിച്ചു എന്നാണോ? അല്ല. പിന്നെ എന്താ പ്രശ്നം? അള്ളാഹുവിന്റെ വിശേഷം ആർജിതമല്ല. അള്ളാഹുവിന്റെ സഹായം എവിടുന്നെങ്കിലും കിട്ടിയതല്ല. അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽ പറയുന്ന ഏതും പടച്ച റബ്ബിന്റെ സ്വന്തമാണ്. അത് അമേയമാണ്, ഒതുങ്ങാത്തതാണ്, വർണ്ണിച്ചാൽ തീരാത്തതാണ്. മഹാശക്തി പ്രതാപത്തിന്റെ എല്ലാ വിശേഷണങ്ങളും ശീലുകളും യോജിച്ചതുമാണ്. പടച്ച റബ്ബിൻ്റെത് ആർജിച്ചെടുത്തതല്ല. നേരെ മറിച്ച് വിശ്വാസികളുടേതോ മനുഷ്യരുടേതോ മലക്കുകളുടേതോ സഹായിക്കുന്ന ആരുടേതെങ്കിലോ നമ്മുടെ കേൾവിയോ നമ്മുടെ കാഴ്ചയോ എല്ലാം പടച്ച റബ്ബ് നൽകിയതാണ്. ഒരർദ്ധ സെക്കൻഡും ഒരു മൈക്രോ സെക്കൻഡിൻ്റെ കോടികളിൽ ഒരംശം പോലും വേണ്ട പടച്ച റബ്ബിന് അത് അങ്ങോട്ട് പിൻവലിക്കാൻ. നമ്മുടേത് ആശ്രയിച്ചു നിൽക്കുന്നു. പടച്ച റബ്ബ് സർവ്വ രീതിയിലും നിരാശ്രയനാകുന്നു. അള്ളാഹു കാരുണ്യവാനാണ്. അവൻ്റെ കരുണ നിരാശ്രതത്വം നിറഞ്ഞതാണ്. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരുണ്യവാനാണ്. പക്ഷേ അവിടുത്തെ കരുണ പടച്ച റബ്ബ് കൊടുക്കുന്നതാണ്. നമ്മൾ കാണുന്നു, അള്ളാഹുവും കാണുന്നു. അള്ളാഹുവിൻ്റെ കാഴ്ച സ്വയമാണ്. നമ്മൾ കാണുന്നത് പടച്ച റബ്ബ് നൽകിയിട്ടാണ്. അപ്പോ ഇന്ന് കാണുന്ന ഒട്ടുമിക്ക പ്രഭാഷണ ബഹള കോലാഹലങ്ങളും നമുക്കത് അവസാനിപ്പിക്കാൻ പറ്റും. എന്തേ? ഇസ്തിഹാസ നടത്തുമ്പോഴേക്ക് അള്ളാഹുവിൻ്റെ അമ്പിയാക്കളും മൗലിയാക്കളും സഹായിക്കുമെന്ന് വിശ്വസിക്കുമ്പോഴേക്ക് സഹായിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ വിശേഷണമാണ്. അത് മനുഷ്യർക്ക് കൊടുത്താൽ, സൃഷ്ടികൾക്ക് കൊടുത്താൽ അള്ളാഹുവിൽ പങ്കു ചേർക്കലാകും. അതുകൊണ്ട് അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ഇസ്തിഹാസ ശിർക്കാണെന്ന് പറയരുത്. അള്ളാഹുവിൻ്റെ സഹായം സൃഷ്ടികൾക്കാർക്കുമേ ഇല്ല. എന്നുവെച്ചാൽ അള്ളാഹുവിൻ്റെ സഹായം പോലെ സൃഷ്ടികൾക്ക് ആർക്കും ആരെയും സഹായിക്കാൻ പറ്റില്ല. പറഞ്ഞല്ലോ, അള്ളാഹുവിൻ്റെ സഹായം പൂർണ്ണമായ രീതിയിൽ സ്വന്തമാണ്. എത്ര വാക്കുകളുണ്ടെങ്കിലും നമുക്കത് അങ്ങനെ തന്നെ വിശദീകരിക്കാൻ കഴിയില്ല. ഏതൊക്കെ രീതിയിൽ അത് സ്വതന്ത്രമാണ്, ആ രീതിയിലൊക്കെ അത് സ്വതന്ത്രമാണ്. നേരെ മറിച്ച് സൃഷ്ടികളുടേത് അങ്ങനെയല്ലേ അല്ല. അള്ളാഹുവിൻ കാരുണ്യം അല്ലെങ്കിൽ നമുക്കൊരു പരിപാടിയും ചെയ്യാൻ പറ്റില്ല. അള്ളാഹു നൽകിയതാ നമ്മുടെ കേൾവി. അതുകൊണ്ട് തന്നെ അള്ള കേൾക്കുന്നു, നമ്മൾ കേൾക്കുന്നു എന്നുള്ളത് തുല്യമല്ല. അള്ളാഹു നൽകിയതാ നമ്മുടെ കാഴ്ച. അള്ളാഹുവിൻ്റേത് സ്വയമാണ്, അമേയമാണ്, ഒതുങ്ങാത്തതാണ്, തുടക്കമില്ലാത്തതാണ്, ഒടുക്കം തീരെ ഇല്ലാത്തതാണ്. ഒരർത്ഥത്തിലും മനുഷ്യരോട് അത് സാമ്യമേയല്ല, സദൃശമേയല്ല. ഇതാണ് വിശ്വാസത്തിൻ്റെ മാപ്പിനി. അല്ലെ പെട്ടുപോകും മനുഷ്യന്മാര്. അള്ളാഹു കാണില്ലേ, നിങ്ങളും കാണില്ലേ, അപ്പം നിങ്ങളും ഒന്നാന്ന് വെച്ചാൽ പെട്ടുവും. തീർച്ചയായിട്ടും റബ്ബിന്റെ ഒരു വിശേഷണവും സൃഷ്ടികളുമായി ഒരർത്ഥത്തിലും തുല്യല്ല. അത് ഇതിന്റെ അവസാനം പറയുന്നുണ്ട്, വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇതാണ് വിശ്വാസത്തിന്റെ മാപ്പിനി. ഇത് വെച്ചാവണം നമ്മുടെ കേരളത്തിലൊക്കെ നടക്കുന്ന കുതർക്കങ്ങളിൽ നമ്മൾ തീരുമാനമെടുക്കാൻ. കാരണം റബ്ബിന്റെ വിശേഷണങ്ങൾ സമ്പൂർണമാണെന്ന് വരുകിൽ അള്ളാഹുവിൻ്റെ വിശേഷണം എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിൻ്റേത് മാത്രമാണെന്ന് വരികിൽ പിന്നെ സൃഷ്ടികൾക്ക് എന്ത് കഴിവുണ്ടെന്ന് പറഞ്ഞാൽ പോലും അത് അള്ളാഹുവിൻ്റെ വിശേഷണം ഇങ്ങോട്ട് ചേർത്തലല്ല. കാരണം അത് നമ്മൾ തമ്മിൽ വർണ്ണിക്കാനാവാത്ത വ്യത്യാസങ്ങളുണ്ട്. ഈ സൃഷ്ടികളുടെ കഴിവിനെ ആരാ പരിമിതിപ്പെടുത്തുക? കുഞ്ഞീദ് മദനി എന്ന് പറയുന്ന ഒരു മുജാഹിദ് പണ്ഡിതനുണ്ട്. അദ്ദേഹത്തിൻ്റെ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന പുസ്തകത്തിൻ്റെ 93-ാമത്തെ പേജിൽ അദ്ദേഹം പറയുന്നത്, ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ ആരോടെങ്കിലും മനുഷ്യ കഴിവിൽ പെടാത്തത് എന്താവശ്യപ്പെട്ടാലും അതാണ് ശിർക്ക് ബ്രാക്കറ്റിൽ ബഹുദൈവാരാധന എന്നാണ്. നമ്മൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക. ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ ആരോടെങ്കിലും മനുഷ്യ കഴിവിൽ പെടാത്തത് ആവശ്യപ്പെട്ടാൽ അവൻ മുശ്രിക്കായി തീരും എന്നാണ് ഈ മൗലവി പറയുന്നത്. പരിശുദ്ധ ഖുർആനിലേക്ക് നമുക്ക് പതിയെ വരാം. സൂറത്തുൻ നംലിന്റെ 39-ാം വചനം, അയ്യുക്കും യഅ്തീനി ബിഅർശിഹാ ഖബ്ല അൻ യഅ്തൂനി മുഅ്മിനീൻ. അവർ മുഅ്മിനീങ്ങളായി വരുന്നതിൻ്റെ മുമ്പ് അവരുടെ ആ മഹാസിംഹാസനം ആരിങ്ങോട്ട് കൊണ്ടുവരുമെന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാം ആവശ്യപ്പെടുന്നത് തൻ്റെ സഹസ്യരോട്.
മനുഷ്യന് സാധ്യമല്ലാത്തൊരു സംഗതിയാണ് പറയണത്. ഖാല ഇഫ്രീത്തും മിനൽ ജിൻ, ജിന്നുകളിൽ ഒരു മല്ലൻ വന്നിട്ട് പറഞ്ഞു, അനാത്തിക ബിഹി ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക്, അങ്ങ് എഴുന്നേൽക്കണതിന് മുമ്പ്, ഉച്ചൻ്റെ മുമ്പ് ഞാനത് കൊണ്ടുവന്നേരാം. മഹാനായ സുലൈമാൻ നബിക്ക് അത് പോരായിരുന്നു. ഖാലല്ലദീ ഇൻദഹു ഇൽമും മിനൽ കിതാബ്, അദ്ദേഹത്തിൻ്റെ ബന്ധു തന്നെയായ, തൻ്റെ ഭരണത്തിൽ ഖജനാവ് സൂക്ഷിപ്പിക്കാരനായിരുന്ന ആസഫിനു ബർഖിയ എന്ന് പറയുന്ന വലിയ പറഞ്ഞു, ഞാനത് കൊണ്ടുവന്നു വരാം. ഖബ്ല അൻ യർതദ്ദ തർഫുക്, അങ്ങയുടെ കണ്ണൊന്നുകൂടെ ഇമ വെട്ടി പൊങ്ങുന്നതിൻ്റെ മുന്നേ. ഫലമ്മസ്തഖറ ഇൻദഹു, അർദ്ധനിമിഷം മതി, അപ്പോഴേക്കത് അവിടെ എത്തി. മൂപ്പരാൾ കൊണ്ടുവന്നു. ഫലമ്മസ്തഖറ ഇൻദഹു, തൻ്റെ മുന്നിൽ അത് സ്ഥിരപ്പെട്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം വിനയാന്വിതം പറയുന്നു, അദാ മിൻ ഫദ്ലി റബ്ബി, ഇതെൻ്റെ റബ്ബിൻ്റെ ഔദാര്യ. എൻ്റെ കൂട്ടരുടെ കൂട്ടത്തിൽ, എൻ്റെ അസ്ഹാബിൻ്റെ കൂട്ടത്തിൽ ഇത്രമേൽ ശക്തിയൊക്കെ ഉള്ള, അള്ളാഹുവിനോട് ബന്ധമുള്ള ആളുകളൊക്കെ നൽകിയിട്ട് അള്ളാഹു എന്നെ സഹായിച്ചിരിക്കുന്നു. ഇത് റബ്ബിൻ്റെ ഔദാര്യാണ്. മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ച ഷിർക്കിൻ്റെ നിർവചനവുമായി നമ്മൾ ഈ ആയത്തിനെ സമീപിക്കുക. ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരായ ആരോടെങ്കിലും മനുഷ്യ കഴിവിൽ പെടാത്തത് ആവശ്യപ്പെട്ട ഷിർക്കാവുന്നതാണ്. പ്രവാചകന്മാരിൽ ശ്രേഷ്ഠരാകുന്ന മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഷിർക്കിൻ്റെ ആളാന്ന് പറയേണ്ടി വരും. ഇതവിടെ നിൽക്കൂല. ലോക ചരിത്രത്തിൽ ഇതുവരെയും ഇത്തരം മനുഷ്യ കഴിവിൽ പെടാത്തത് ആവശ്യപ്പെട്ട നിരവധി മഹാന്മാരുണ്ട്. അവരൊക്കെ ഷിർക്കിൻ്റെ ആളുകളാണെന്ന് പറയേണ്ടി വരും. അതുകൊണ്ടാണ് വിശ്വാസത്തിൻ്റെ ഉരക്കല്ലാണ് സൂറത്തുൽ ഇഖ്ലാസ്, അല്ലാഹു സ്വമദ്. ഈ സ്വമദ് എന്ന് പറയുന്ന വിശേഷണത്തോടുകൂടെ റബ്ബിൻ്റെ എല്ലാ വിശേഷണങ്ങളും കേൾവിയും കാഴ്ചയും മനുഷ്യരിൽ നിന്ന്, സൃഷ്ടികളിൽ നിന്ന് വ്യത്യസ്തമാകുന്നു. കാരണം അള്ളാഹു നിരാശ്രയനാണ്, എല്ലാവരും അവനെ ആശ്രയിക്കുന്നവരാണ്. എന്നാൽ പടച്ച റബ്ബോ ആരെയും ആശ്രയിക്കുന്നില്ല. ലം യലിദ് വലം യൂലദ്, അവൻ ആരെയും ജനിപ്പിച്ചിട്ടില്ല, അവൻ പ്രസവിക്കപ്പെട്ടവനുമല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യമായി ആരുമേ ഇല്ല. പ്രസവിക്കപ്പെട്ടത് ദൈവാവൂല, കാരണം അമ്മനെ ആശ്രയിച്ച് പിതാവിനെ ആശ്രയിച്ചവര്. അങ്ങനെ വരുമ്പോൾ യേശു ക്രിസ്തു ദൈവാവൂല. അദ്ദേഹം മറിയം പ്രസവിച്ചതാണ് അദ്ദേഹത്തെ. പ്രസവിക്കപ്പെട്ടിട്ടുമില്ല, അവൻ ആരെയും ജനിപ്പിച്ചിട്ടുമില്ല. അപ്പോ ഉസൈർ ബിനുല്ലാഹ്, 3 ടീമിനെ അള്ളാഹു പരിചയപ്പെടുത്തുന്നു ഖുർആനിൽ. യസ്രാ പ്രവാചകൻ അള്ളാഹിന്റെ പുത്രനാണെന്ന് പറഞ്ഞൊരു ടീം. അതേപ്രകാരം ഈസ ഇബ്നുല്ലാഹി, ഈസാ നബി അള്ളാഹുവിന്റെ പുത്രനാണെന്ന് പറഞ്ഞൊരു ടീം. ജൂതന്മാരുടെ വേറെ കുറെ ടീം മലായിക്കത്തുല്ലാഹി ബനാത്തുല്ലാ എന്ന് പറഞ്ഞു. ഈ 3നെയും ഖുർആൻ ഒന്നിച്ചെതിർക്കുന്നുണ്ട്. അങ്ങനെ സംഭവമേ ഇല്ല. ലം യലിദ്. അതുകൊണ്ടാണ് കെ ദാമോദരനൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാരതീയ ചിന്ത എന്ന പുസ്തകത്തിലൊക്കെ ഇന്ന് കാണുന്ന പല ദൈവങ്ങളും ദൈവങ്ങളാന്നുള്ള ആ ഒരു കൺസെപ്റ്റിനോട് യോജിക്കൂല എന്ന് പറയണത്. അദ്ദേഹം പറയുന്നുണ്ട്, അവർക്ക് വിഷമങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, വിശക്കുന്നുണ്ട്, കരയുന്നുണ്ട്, അവർക്ക് ഭാര്യാഭർത്തൃ ബന്ധങ്ങളുണ്ട്, കുട്ടികൾ ജനിക്കുന്നുണ്ട്, അവർ തന്നെയും ആരുടെയൊക്കെ ജനിച്ചു വന്നവരാണ്. കെ ദാമോദരൻ്റെ ഭാരതീയ ചിന്ത ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയ പുസ്തകമാണ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ന് കണ്ടുവരുന്ന ദൈവങ്ങളിൽ മിക്ക എണ്ണവും ദൈവം എന്ന ആ ഒരു കൺസെപ്റ്റ്, ആ ഒരു വിശ്വാസം ഉണ്ടല്ലോ, അതിനോട് യോജിക്കൂല. കാരണം ദൈവമാകുമ്പോൾ മഹാശക്തനാകണ്ടേ, വേറൊരാൾ പ്രസവിക്കപ്പെട്ടവനാൻ പറ്റുമോ, പരിമിതിയിൽ വരാൻ പറ്റുമോ? ഏതെങ്കിലും രീതിയിൽ ആരുടെയെങ്കിലും ആരാധന മൂത്തിട്ട് അവർക്ക് വരം കൊടുത്ത് സ്വന്തം തന്നെ പ്രതിരോധിക്കാൻ മറ്റു മാർഗങ്ങളൊക്കെ സ്വീകരിക്കേണ്ട ആളാകാൻ പറ്റുമോ? അത് പറ്റൂല എന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നുണ്ട്. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അള്ളാഹുവിന് തുല്യരായി ആരുമേയില്ല. കൃത്യമായ പ്രഖ്യാപനം. സൂറത്ത് ശൂറയുടെ 11-ാമത്തെ വചനം, ലൈസ കമിസ്ലിഹി ശൈഉൻ, അള്ളാഹുവിന് തുല്യമായി ഒന്നുമേയില്ല, ലോകത്തൊന്നുമേയില്ല. ഇതാണ് പരിശുദ്ധ ഖുർആനിൽ വളരെ ചെറിയമായൊരു അധ്യായത്തിൽ അള്ളാഹുവിനെ കുറിച്ച് വിശദീകരിക്കുന്നതും അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുറേ വിശേഷണങ്ങൾ പരിചയപ്പെടുത്തുന്നതും. അള്ളാഹുവിനെ യഥാവിധി മനസ്സിലാക്കണം, അറിയണം, ഉൾക്കൊള്ളണം. നമ്മുടെ വിശ്വാസത്തെ എപ്പോഴും പുരോഗമിപ്പിച്ചുകൊണ്ടേയിരിക്കണം, പ്രകാശം കൂട്ടിക്കൊണ്ടേയിരിക്കണം. ഏത് പ്രതിസന്ധിയിലും ഏറ്റവും ബുദ്ധിപരമായൊരു വിശ്വാസത്തിൻ്റെ ഉടമസ്ഥരാണ് നമ്മളെന്ന ബോധവും ആത്മാഭിമാനവും നമുക്കുണ്ടാവണം. എങ്കിൽ പടച്ചറബിൻ്റെ സഹായം നമ്മളെ സദാവർഷിക്കും. അതിനുള്ള നിമിത്തമായി നമ്മുടെ ഈ ക്ലാസ്സിനെ അള്ളാഹു മാറ്റിത്തരട്ടെ. നമ്മുടെ എല്ലാ പാപങ്ങളും പടച്ചറബ് പുറത്തരട്ടെ. അവൻ്റെ വിശുദ്ധമാം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്ന നല്ലവരായി
അള്ളാഹു നമ്മയും നമ്മുടെ മക്കളെയും ബന്ധുമിത്രാദികളെയും സ്നേഹജനങ്ങളെയും നമ്മുടെ ഇൻസ്പ്രയുടെ സഹായികളെയും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നവരെയൊക്കെ അള്ളാഹു ഉൾക്കൊള്ളിക്കുമാറാവട്ടെ. 1-2 പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഹജ്ജിന് പോകുന്നൊരു സഹോദരൻ ഈ സദസ്സിലുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് എല്ലാവിധ യാത്രാ സുഖങ്ങളും സൗകര്യങ്ങളും പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹം ആഗ്രഹിച്ചതിനപ്പുറം മഹത്തായ രീതിയിൽ ഹജ്ജും കർമ്മങ്ങളും ഒക്കെ ചെയ്ത് ആരോഗ്യത്തോടുകൂടെ ആഫിയത്തോടുകൂടെ ഒരു വിഷമമില്ലാതെ മടങ്ങി വരാൻ അദ്ദേഹത്തിനും മറ്റ് ഹാജിമാർക്കും അള്ളാഹുവെ നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. നമ്മുടെ ക്ലാസ്സിൽ വരുന്ന ആ കൂട്ടിലങ്ങാടി ഷിഹാബ് ഇന്ന് സുബൈക്ക് ഒമാനിലേക്ക് ജോലി ആവശ്യാർത്ഥം പോയിട്ടുണ്ട്. പടച്ചറബ് അദ്ദേഹത്തിന് ആവശ്യമായ ജോലി നൽകണേ റഹ്മാനെ. എല്ലാ അർത്ഥത്തിലുമുള്ള പുരോഗതി നൽകണേ തമ്പുരാനെ. വീണ്ടും മടങ്ങിയെത്താനും ഞങ്ങളുടെ ഇൻസ്പ്രയുടെ മെമ്പറാവാനും ഒക്കെ അദ്ദേഹത്തിന് ഞങ്ങളുടെ മറ്റ് ഗൾഫ് സഹോദരന്മാർക്കൊക്കെ നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله.